بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. الحمد لله رب العالمين وصلى الله على نبينا محمد. ബഹുമാന്യരെ, റമദാനായാല് എല്ലാ പള്ളികളിലും ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും നടത്താറുണ്ട്. ഒരല്പസമയം ഇവിടെയും നടത്തിയിരുന്നു. ഞാൻ പലതവണ വന്നിട്ടുമുണ്ട്. പക്ഷെ അതൊക്കെ നിർത്തിവെച്ച് ഞായറാഴ്ചകളിൽ മാത്രമാക്കി എന്നത് ഒരു നിലക്ക് പറഞ്ഞാൽ പരിതാപകരമാണ്. കാരണം ആളുകൾക്ക് നല്ല കാര്യങ്ങളൊക്കെ കേൾക്കുക എന്നുള്ളത് പൊതുവെ താല്പര്യക്കുറവാണ് ഈ കാലത്ത്. നല്ല കാര്യങ്ങൾക്ക് സാന്നിധ്യവും സ്വാധീനവും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് രാവിലെ പേപ്പർ വായിച്ചപ്പോൾ ഒരു കോളത്തിൽ ഈ ഒരു 2 ആഴ്ച കൊണ്ട് നമ്മുടെ നാട്ടിൽ നടന്ന കൊലപാതകങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടായി. 5 പേരെ കൊന്ന വ്യക്തി ഉമ്മ അത്യാസന്ന നിലയിലുള്ള അതിന്റെ കാരണം പിടുത്തം കിട്ടിയിട്ടില്ല ഇതുവരെ. ഒരു കുട്ടികളൊക്കെ കൂടി കൂട്ടം ചേർന്ന് തച്ചു കൊന്നിരിക്കുകയാണ്. വലിയ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ മോശമായ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കേട്ടാണ് ഓരോ ദിവസവും നമ്മൾ ഉണരുന്നത്. പക്ഷെ അതിലൊന്നും മുസ്ലിങ്ങൾ പൊതുവെ കുറവായിരുന്നു. ഇപ്പൊ മുസ്ലിങ്ങളും അത് തുടങ്ങി, മരിക്കാനും കൊല്ലാനൊക്കെ തുടങ്ങി. പക്ഷെ അതിൽ മനസ്സിലാക്കിയ ഒരു കാരണം, ഇതുവരെ ഉള്ളതിലൊന്നും നമ്മുടെ MSM ISM-മായി ബന്ധപ്പെട്ട കുട്ടികളെയൊന്നും കണ്ടിട്ടില്ല. ഇന്ന് നിരന്തരം കുട്ടികൾക്ക് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും നമ്മളാണ്. ഒരു കൊറോണയ്ക്ക് ശേഷം കണ്ടുവരുന്ന ഒരു നിലപാട്, ഞങ്ങളെപ്പോലത്തെ ആളുകൾ കേരളത്തിൽ മൊത്തം പലരും വിളിക്കുമ്പോൾ ക്ലാസ് എടുക്കാൻ പോകുന്നവരാണ്. പക്ഷെ ഒരു കൊറോണയ്ക്ക് ശേഷം ഈ പ്രായത്തിലുള്ള കുട്ടികൾ, ഒരു ടീനേജ് പ്രായം, 13 മുതൽ 20-25 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും പങ്കെടുക്കുന്നില്ല. എവിടെ അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷണത്തിന് ചെന്ന് നോക്കാം. 1-2 പരിപാടികൾ അവർക്ക് വേണ്ടി മാത്രം വെച്ചാൽ അവരുണ്ടാവും. അതിൽ തന്നെ വളരെ നല്ല കൺട്രോൾ വേണം. ഇല്ലെങ്കിൽ അവർ പരിപാടിക്ക് വന്നിട്ട് പല രൂപത്തിലും അങ്ങോട്ടും തിരിഞ്ഞു പോകുന്നവരും മൊബൈലിൽ നോക്കിയിരിക്കുന്നവരൊക്കെയാണ്. അത് യഥാർത്ഥത്തിൽ നമുക്ക് ഭീതി ഉണ്ടാക്കുന്നതാണ്. വളർന്നു വരുന്ന സാഹചര്യം അങ്ങനെ ആവുമ്പോൾ, കേട്ടുവരുന്നതൊക്കെ അങ്ങനെ ആവുമ്പോൾ ഒരു മരവിപ്പ് നമ്മുടെയൊക്കെ കുട്ടികളിൽ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ആദ്യമായി പറയുന്നത്, റമദാനിന്റെ ക്ലാസ്സുകൾക്ക് നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് കൊണ്ടുവന്ന് നന്നാക്കാനുള്ള ഒരു സമീപനം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. നമ്മളുടെ സമീപനങ്ങൾ മാറിയാൽ ചിലപ്പോ അവരൊക്കെ നന്നാവും. ഇപ്പൊ ഖിയാമത്ത് നാളിന്റെ അടയാളം എന്ന് പറയാൻ പറ്റൂല. കാരണം കേരളത്തിൽ മാത്രമല്ലല്ലോ ഖിയാമത്ത് നാളിന്റെ അടയാളം ഉണ്ടാവുക. ഇതൊക്കെ ഇപ്പൊ നമ്മുടെ കേരളത്തിലാണ് നടക്കുന്നത്. ഈ ജാതി തോന്നിയാസം വേറൊരു രാജ്യത്തും ഇങ്ങനെയൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. എപ്പോഴെങ്കിലും ഒരു ക്ലാസ് പഠിക്കുന്ന കുട്ടി അമേരിക്കയില് ഒരു തോക്കെടുത്ത് 4-5 എണ്ണത്തിനെ വെടിവെച്ചു എന്ന് കേട്ടാൽ അത്ഭുതപ്പെടാല്ല. അവിടെ പെട്ടിക്കടയിൽ സാധനങ്ങൾ വെച്ച പോലെ തോക്ക് വിൽക്കാൻ വെച്ചിട്ടുണ്ടോ? പെട്ടിക്കടയിൽ സാധനം വെച്ച പോലെയാണ് തോക്കുകൾ വിൽക്കാൻ വെക്കുക. ആർക്കും വേണമെങ്കിൽ വാങ്ങാം. നമ്മൾ എയർഗണ്ണ് വാങ്ങണ പോലെ ഒരു ഒപ്പിട്ട് കൊടുത്താൽ മതി. ഒരു ആധാറിന്റെ കോപ്പി കൊടുത്താൽ ആർക്കും തോക്ക് കിട്ടും.
അങ്ങനത്തെ ഒരു രാജ്യത്ത് ഏതെങ്കിലും കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒന്നോ രണ്ടോ ആളുകളെ മാനസിക രോഗി കൊന്ന് അതിന് ശിക്ഷയും കൊടുക്കുന്നുണ്ട്. സൗദി അറേബ്യയിൽ എന്തെങ്കിലും ഒന്ന് കേട്ടാൽ അതിനപ്പം തന്നെ തലവെട്ടി കൊല്ലുന്നുണ്ട്. ഈ കുട്ടി പറഞ്ഞു തന്നെ, ഇപ്പൊ ഇന്നലെ തല്ലിക്കൊന്ന കുട്ടി പറഞ്ഞു തന്നെ, ഇവിടെ കൊന്നാലൊന്നും ആരും ചോദിക്കാനില്ല, തച്ചു കൊല്ലണം എന്നുള്ള രൂപത്തിലാണ്. ആരും പറയാനില്ല, നമുക്കൊക്കെ കഴിച്ചിലാവാന്നുള്ള കോലത്തിലാണ് വാട്സപ്പ് മെസ്സേജുകൾ. നോക്കൂ, ഇതിനൊറ്റ പരിഹാരമുള്ളൂ. ഇസ്ലാമികമായിട്ട് അവർക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുക, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക. ഖുർആനിന്റെ മുമ്പ് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രവാചകന്മാരൊക്കെ അങ്ങനെയാണ് ചിന്തിച്ചിട്ടുള്ളത്. ഇപ്പൊ നോക്കൂ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, യാക്കൂബ് നബി അലൈഹി ഇസ്ലാം, ഇവരുടെയൊക്കെ ചരിത്രം ഖുർആനിൽ പറയും. അവർക്ക് മരിച്ചു പോകുമ്പോൾ ഒരു ഭയമുണ്ടായിരുന്നത് നമ്മുടെ കുട്ടികൾ തൗഹീദിൽ നിന്ന് വ്യതിചലിക്കുമോ എന്നതായി. അം കുന്തും ശുഹദാ ഇദ് ഹദറ യഅഖൂബുൽ മൗതു, യാക്കൂബ് നബിക്ക് മരണമാകുമ്പോൾ നിങ്ങൾ ഉണ്ടായിരുന്നോ? ഖുർആൻ ചോദിക്കാം. ഇത് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം എന്തിനെ നിങ്ങൾ ആരാധിക്കുമെന്ന് മക്കളോട് ചോദിച്ചു എന്നാണ്. യാക്കൂബ് നബിയുടെ മക്കളാണ് ബനു ഇസ്രായേൽ എന്നറിയപ്പെടുന്നത്. ധാരാളക്കണക്കിന് പ്രവാചകന്മാർ വന്നത് ഇസ്രായേൽ സന്തതിയിൽ നിന്നാണ്. എന്നിട്ട് പോലും ആ പ്രവാചകന്റെ ഒരു മനസ്സ് ആലോചിച്ച് നോക്കണം. അപ്പൊ അവര് പറഞ്ഞു, നഅബുദു ഇലാഹക ഇലാഹ അബാക ഇലാഹ അബായിക ഇബ്രാഹിമ ഇസ്മായില ഇസ്ഹാഖ ഇലാഹൻ വാഹിദ, ഒരു ഇലാഹിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുള്ളൂ എന്ന് ആ മക്കളൊക്കെ വാക്ക് കൊടുത്തിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടു പോയതെന്ന് കാണാൻ സാധിക്കും. നൂഹ് നബി മക്കളെ വസിയ്യത്ത് ചെയ്തതിൽ പ്രധാനപ്പെട്ട വസിയ്യത്ത്, മക്കളെ നിങ്ങൾ തൗഹീദ് പഠിക്കണം എന്നായി. അതുകൊണ്ട് പണ്ഡിതന്മാരൊക്കെ പറയുന്നത്, മനുഷ്യനെ അഖീദ, ഏകനായ റബ്ബ്, ആ റബ്ബ് നിരീക്ഷിക്കുന്നുണ്ട് എന്നൊരു ബോധം കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും മനസ്സിൽ വന്നെങ്കിലേ മനുഷ്യനൊക്കെ നന്നാവുള്ളൂ. നമ്മളും അങ്ങനെ തന്നെ നന്നാവുള്ളൂ. നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ മറ്റൊരാൾ നിരീക്ഷിക്കുന്നു എന്നറിഞ്ഞാൽ സ്വാഭാവികമായും നമ്മൾ തിന്മയിൽ നിന്നും വിട്ടുനിൽക്കും. വേസ്റ്റ് കൊണ്ടുപോയി കൊട്ടുന്നിടത്ത് ഒരു ക്യാമറ വെച്ചാൽ പിന്നെ അവിടെ കൊണ്ടുപോയി കൊട്ടൂല. റോഡില് ക്യാമറ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഹെൽമറ്റ് ഇടുന്നതും സീറ്റ് ബെൽറ്റ് ധരിക്കുന്നതും. ഒരു 500 റുപ്യ പേടിച്ചിട്ടാണ്. ആലോചിച്ച് നോക്കണം. അത് ആർട്ടിഫിഷ്യൽ ക്യാമറയാണ്, കൃത്രിമമായി ഉണ്ടാക്കിയതാണ്. ലുഖ്മാൻ അലൈഹി സ്വലാം മകനോട് പറഞ്ഞു, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, മോനെ പന്ത് കേൾക്കരുത്, തൗഹീദ് ഉണ്ടാവണം ജീവിതത്തിൽ. ശിർക്ക് ഏറ്റവും വലിയ അക്രമമാണ്. അതുകൊണ്ട് ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലി, അണുമണിയോളം തെറ്റാണ് നീ ചെയ്തതെങ്കിലും, ഫതകുൻ ഫീ സുഖറത്തിൻ, ഒരു പാറന്റെ ഉള്ളിൽ പോയി ഒളിച്ചാലും, ഔ ഫിസ് സമാവാത്തി, ആകാശത്ത് പോയി മറഞ്ഞാലും, ഔ ഫിൽ അർളി, ഭൂമിയിൽ എവിടെ പോയി മറഞ്ഞാലും, യഅതി ബിഹല്ലാഹ്, അള്ളാഹു അത് കൊണ്ടുവന്ന് തരിക തന്നെ ചെയ്യും, കൊണ്ടുവന്ന് വിചാരണ ചെയ്യും. ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ, അള്ളാഹ് സൂക്ഷ്മമായി, ലത്തീഫ് എന്ന് പറഞ്ഞതാണ് വളരെ സൂക്ഷ്മമായി, AI എന്നല്ല, അതിന്റെ മേലെയാണ് ഒറിജിനൽ ഇന്റലിജൻസ്, കൃത്രിമല്ല. അള്ളാഹ് നിരീക്ഷിക്കും, എല്ലാവരെയും അള്ളാഹ് നിരീക്ഷിക്കും. കുടുംബത്തെ പ്രത്യേകം നിരീക്ഷിക്കും. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, കുടുംബ സംവിധാനം ശരിയല്ലേ എന്ന് അള്ളാഹ് നിരീക്ഷിക്കും. നമ്മുടെ ഉത്തരവാദിത്വം അള്ളാഹ് നിർവഹിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കും. നമ്മളെങ്ങനെ പള്ളിയിൽ വന്നാൽ പോരാ, നമ്മൾ മാത്രം ഇബാദത്തിൽ മുഴുകിയാൽ പോരാ. നമ്മളൊക്കെ ഇത് ഏൽപ്പിച്ചു കൊടുക്കേണ്ട ഒരു തലമുറ നമ്മുടെയൊക്കെ വീട്ടിലുണ്ട്. നമ്മൾ മരിച്ചു പോയാലും ഈ പള്ളിയിൽ ക്ലാസ് നടക്കണം, ഈ പള്ളി ഇവിടെ ഉണ്ടാവണം, ഇവിടെ ഖുത്ബ നടക്കണം, നാട്ടിൽ അരാജകത്വം ഉണ്ടാകാൻ പാടില്ല, കൊലപാതകം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അതിനുള്ള ഒരു സമീപനം നമ്മുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ടാവണം. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും വളരെ മാന്യമായി പെരുമാറിയിട്ട് ഈ ആളുകളൊക്കെ പരിവർത്തിപ്പിച്ചെടുത്ത് മാറ്റിയെടുത്തിരുന്നതാണ്. കുട്ടികൾ പള്ളിയിലുണ്ടാവും. പണ്ടൊക്കെ നമുക്കറിയാം, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളൊക്കെ ഈ ഇരിക്കുന്ന എല്ലാവരും, ഞാനടക്കം, ചെറുപ്പത്തിൽ വാപ്പാന്റെ കൈ പിടിച്ച് പള്ളിക്ക് പോയവരായിരിക്കും, അല്ലേ?
ഇന്ന് പള്ളിയിൽ കുറവാണ്. നമ്മൾ വാപ്പാന്റെ കൈ പിടിച്ചു വരുന്ന മക്കൾ കുറവാണ്. മയ്യത്തിന്റെ കൂടെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ധാരാളം പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു ജനാസ സംസ്കരണ സ്ഥലത്ത് പോയി നോക്കൂ, അവിടെ ഒന്നും ഈ ഇളം തലമുറയെ നമ്മൾ കാണുന്നില്ല. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഒന്നുകിൽ ചെറിയ ഒരു 10 വയസ്സിന്റെ താഴെയുള്ള കുട്ടികളുണ്ടാവും, ഒരു 25-40 വയസ്സിന്റെ മുകളിലുള്ള 50 വയസ്സ് 60 വയസ്സുള്ള ആൾക്കാർ അവരുണ്ടാവും. എല്ലാറ്റിന്റെയും സ്ഥിതി അങ്ങനെയാണ്. നബിതങ്ങളുടെ കാലത്ത് നബിതങ്ങൾ നിസ്കരിക്കാൻ വരും. പള്ളിയിൽ നിസ്കരിക്കാൻ വരുമ്പോൾ കുട്ടികളെ കരച്ചിൽ കേൾക്കും. ഒരുപാട് ദീർഘിച്ച് നിസ്കരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നിസ്കരിക്കാൻ നിൽക്കുക. അപ്പൊ കുട്ടികളെ കരച്ചിൽ കേൾക്കുമ്പോൾ നിസ്കാരം ഒന്ന് ചുരുക്കും. നിസ്കാരം ചുരുക്കുന്ന ആ കുട്ടീനോട് ചീത്ത പറയാ, ഉമ്മനെ ചീത്ത പറയാ ചെയ്തിട്ടില്ല. ഇന്ന് പലപ്പോഴും കുട്ടികൾ കരഞ്ഞാൽ അപ്പ അനൗൺസ് ചെയ്യും, ആ കുട്ടികളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, കുട്ടികൾ ഒച്ച ഉണ്ടാക്കേണ്ട, നിസ്കരിക്കാൻ സൗകര്യമല്ല എന്നും പറയും. പക്ഷെ അത് നബിന്റെ കാലത്ത് ഉണ്ടായിട്ടില്ല. പരമാവധി ആകർഷിപ്പിക്കായിരുന്നു. കള്ള് കുടിക്കാതെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കള്ള് കുടിക്കാതെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കള്ളില് ഒരു പ്രാണി ചാടി ചത്തപ്പോ ഒരു ചങ്ങായി പറഞ്ഞത്, നീ ഭയങ്കര ഭാഗ്യവാനാണ്, എനിക്കൊന്നും ഇതിന് കഴിയില്ലോ എന്ന് പറഞ്ഞ് ദുഃഖിച്ചിരുന്ന ആൾക്കാരുണ്ട് ജാഹിലിയ്യത്തിൽ. അപ്പൊ നബി വന്നിട്ട് ആദ്യങ്ങൾ കള്ളുടിക്കരുതേ എന്ന് പറയല്ല. അങ്ങനെ പറഞ്ഞ ആയിഷ ബി പറയുന്നുണ്ട്. ഫത്ഹുൽ മുഈനിൽ ഇബ്നു ഹജർ അസ്ഖലാനി അത് പിന്നെ ഫത്ഹുൽ ബാരിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആയിഷ ബീവി പറഞ്ഞ്, ഞങ്ങളോട് ആദ്യം നബി തങ്ങൾ കള്ളുടിക്കരുതേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കള്ളുടി മാറ്റൂല എന്നാണ്. മനസ്സ് നന്നായി കിട്ടണം, മനസ്സിൽ തൗഹീദ് ഉണ്ടാവണം, തസ്കിയത്ത് ഉണ്ടാവണം. മനസ്സ് നന്നാവാതെ നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എന്നോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നമുക്കതിനുള്ളൊരു ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സാണ് ഉണ്ടാകേണ്ടത്. നമ്മുടെ മക്കൾക്കും നമ്മൾ പറയുന്നത് ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാവണം. അതിനാദ്യമായി പടച്ചവനെ പേടി ഉണ്ടാവണം, തൗഹീദ് ഉണ്ടാവണം. അപ്പൊ ആദ്യം ഇങ്ങനെ കള്ള് നന്നായിട്ട് കുടിച്ചുന്ന ആളുകളോടാണ് പറഞ്ഞത്, വമിൻ സമറാത്തിൻ നഖീലി വൽ അനാബി തത്തഖിദുന മിൻഹു സക്കറൻ വറിസ്ഖൻ ഹസന. ഞാൻ വിശദീകരിക്കുന്നില്ല. മുന്തിരിയിൽ നിന്നും ഈത്തപ്പനയിൽ നിന്നും നിങ്ങൾ മത്ത് പിടിപ്പിക്കുന്ന സാധനം ഉണ്ടാക്കുന്നു, നല്ല ഭക്ഷണവും ഉണ്ടാക്കുന്നു. സൂറത്തുൻ നഹ്ലിലായതാണ്. അതാണ് ആദ്യം ഇറങ്ങിയ ആയത്ത്. അപ്പൊ തന്നെ ആളുകൾക്കൊക്കെ തോന്നി, എന്താ നല്ല ഭക്ഷണം എന്ന് പറഞ്ഞു, നല്ല സക്കർ, നല്ല മദ്യം എന്ന് പറഞ്ഞില്ല. എന്താ നബി അങ്ങനെ പറയുന്നത്? കാലഘട്ടങ്ങൾ കൊണ്ടാണ്, പെട്ടെന്നല്ല. കുറെ ഉസ്വാസായിട്ട് നടന്നു. എന്താ അങ്ങനെ പറഞ്ഞില്ല? നല്ല ഭക്ഷണം നല്ല മദ്യം എന്ന് പറഞ്ഞില്ലല്ലോ, മദ്യം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോഴാണ് അവർ വന്ന് ചോദിച്ചത്. അപ്പൊ ഇറങ്ങിയതായ ഹംരി വൽ മൈസിർ കുൽ ഫിഹിമ ഇസ്മുൻ കബീറുൻ വ മനാഫിഉ ലിന്നാസ്. അവർ ചോദിക്കുമ്പോ, കള്ളിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയണം അതിലൊരുപാട് തിന്മുണ്ട്, എന്നാൽ ജനങ്ങൾക്ക് ഉപകാരമുണ്ട്. അതെന്താണ്? കച്ചവടം ചെയ്താൽ നല്ല കാശ് കിട്ടും. അന്നും ഇന്നും മദ്യം അതിന് മാത്രമേ പറ്റൂ. അതുകൊണ്ട് ഇസ്മുഹുമ അക്ബറു മിൻ നഫ്ഇഹിമ, ഉപദ്രവം ഉപകാരത്തെക്കാൾ കൂടുതലാണ്. അപ്പോ ഒരു വിധമുള്ള മാന്യന്മാരൊക്കെ ചിന്തിച്ചു, എന്തിനാണ് ഈ ഉപകാരമില്ലാത്ത സാധനം നമ്മൾ ഉപയോഗിക്കുന്നത്? എന്തിനാണ് നമ്മൾ വെറുതെ നല്ല ബുദ്ധിയുള്ള മനുഷ്യന്മാര് ഭ്രാന്തന്മാരായി നടക്കുന്നത്? അങ്ങനെയാണ് ഒരു ഭ്രാന്തനെ കള്ളുടിക്കാൻ വിളിക്കുന്നത്. ഒരു ഭ്രാന്തനെ കള്ളുടിക്കാൻ വിളിക്കുമ്പോൾ പോകുമ്പോൾ പറഞ്ഞത്രേ, നീ കള്ളുടിക്കുന്നത് എന്നെ പോലെ ആവാനാണ്, ഞാൻ കുടിച്ചിട്ട് ഞാനാകാനാന്ന് ചോദിച്ചു. വിശ്വാസം ഉണ്ടായി. പിന്നെ ഒരു പള്ളിക്ക് വരും, നിസ്കരിക്കാൻ വരും, കള്ളുടിച്ചുകൊണ്ട്. നിസ്കാരമുണ്ട്, പക്ഷെ കള്ള് നിരോധിച്ചിട്ടില്ല. അവര് സൂറത്തോതും, കുല്യായുഹൽ കാഫൂന പോലുള്ള സൂറത്തോതും. അതല്ലേ തന്നെ ഓതിയ ചിലർക്ക് അവസാനിക്കലില്ല. അത് ഓതി ഞങ്ങളോട് പറയും. അപ്പോ അല്ലാഹു റസൂൽ പറയാം, പിന്നെ ആയത്തിറങ്ങാൻ നിങ്ങൾ പറഞ്ഞത് എന്താന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ കള്ളുടിച്ചിട്ട് ഇങ്ങനെ പള്ളിക്കലേക്ക് വരരുത്. അപ്പൊ പിന്നെ കുറച്ചേ കുടിക്കുള്ളൂ. ജാഹിലിയാത്തിനുള്ള നല്ല സ്വഭാവമാണ്. ജാഹിലിയത്ത് ഒരിക്കലും നുണ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. ജാഹിലിയ കാലഘട്ടത്തിൽ നുണ പറഞ്ഞ സംഭവം റിപ്പോർട്ട് ചെയ്ത് വളരെ കുറവാണ്. മനസ്സിലായില്ലേ? ജാഹിലിയത്ത് നുണ പറഞ്ഞിട്ടില്ല, സത്യം അവർ പറയുള്ളൂ. അപ്പോ കുടിക്കേണ്ട ടൈം റെഡ്യൂസ് ചെയ്ത് കൊടുത്തു. ഇന്നും അങ്ങനെ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ ഇതിന് അഡിക്റ്റ് ചെയ്ത കുട്ടികൾക്കൊക്കെ അങ്ങനെ കൊടുക്കുക. ടൈം റെഡ്യൂസ് ചെയ്തിട്ട് രാവിലെ വേണമെങ്കിൽ കുറച്ച് കുടിക്കുക, കിടക്കുമ്പോൾ കുറച്ച് കുടിക്കുക. രാവിലെ കുടിച്ചാൽ ചിലപ്പോൾ അത് പണിക്കൂടിനെ ബാധിക്കും. അതുകൊണ്ട് കിടക്കുമ്പോൾ മാത്രം ഒരു വേഷം കുടിക്കാനേ പറ്റൂ. നബി ചോദിച്ചാൽ സത്യം പറയേണ്ടി വരും. അതായിരുന്നു പ്രശ്നം. സത്യം പറയേണ്ടി വരും എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ അവസാനാണ് ഫഹൽ അൻതും മുന്തഹൂന്ന് ചോദിച്ചത്. ഇതൊക്കെ പൈശാചികമാണ്, നിങ്ങൾ ഒഴിവാക്കുന്നില്ലേ ചോദിച്ചപ്പോൾ ഇന്ദഹീന യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഒഴിവാക്കി.
ആ ഒരു സമീപനം ഇതൊന്ന് പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകാൻ. പള്ളിയിൽ വന്നു, മൊബൈൽ ഒന്ന് റിങ് ചെയ്തു. ഇമാമും മൗമൂമും സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ കൂടി അവന്റെ നേരക്ക് തിരിഞ്ഞു. ഓൻ പിന്നെ പോയത് കള്ളു ഷാപ്പിൽക്കാർ, നല്ല ബാറിൽക്കാർ. അവിടെ കയറി ഒരു ക്ലാസ് വെച്ചപ്പോ ക്ലാസ് തട്ടി മറിഞ്ഞു പോയി. അപ്പൊ ക്യാഷിൽ ഇരിക്കണ മാനേജർ വന്നിട്ട് സാരല്ല എന്ന് പറഞ്ഞിട്ടൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് വേറെ ക്ലാസ്സിൽ കൊണ്ടു നിർത്തും. അപ്പൊ പിന്നെ പള്ളിക്കൽക്ക പോവാ, കള്ളു ഷാപ്പിൽക്ക പോവാ. ഞാൻ പറയണത് നമ്മുടെ തകരാറ് കൊണ്ട്, ആരും അങ്ങനെ ചെയ്തു എന്നല്ല പറയുന്നത്, നമ്മുടെ തകരാറ് കൊണ്ട് ഒരാൾ കേടുവരാൻ കാരണമാവരുത് എന്നുള്ളത്. കുട്ടികൾ പല കാരണവും പറയും. ഇപ്പൊ മാർച്ച് മാസമാണ് പരീക്ഷ, +2 പരീക്ഷ നടക്കുക, SLC പരീക്ഷ നടക്കുക. നമ്മുടെ കുട്ടികൾ പഠിച്ചിട്ട് എവിടെ എത്തിയിട്ടും കാര്യമില്ല. ഓൻ +2 പാസ്സായിട്ട് കാര്യമില്ല. +2 പാസ്സായിട്ട് ഉമ്മാനും വാപ്പാനും മുത്തമ്മാനും ഇളപ്പാനും തച്ചുന്നിട്ട് എന്താ കാര്യം? SLCക്ക് നല്ല മാർക്ക് കിട്ടിയിട്ട് ഓന്റെ അമ്മ ഓനെ കാണുമ്പോ പേടിച്ചിരിക്കുകയാണെങ്കിൽ ഓനെ കൊണ്ട് എന്താ കാര്യം? 23 വയസ്സായ കുട്ടിയെ കാണുമ്പോ ഇപ്പൊ പേടിയാകാണെന്നാണ് പല മാതാപിതാക്കളും പറയുന്നത്. അവന്റെ ഒപ്പം ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയണില്ല, മനസ്സിൽ പേടി, ബേജാർ. ഇവൻ എന്താ വരിക, ഏത് കോലത്തിലാ വരാന്നറിയാം. കുട്ടികൾക്കൊക്കെ പെൺ സുഹൃത്തുണ്ട്. പല ഉമ്മാർക്കും അതറിയാം. 2 പെൺ സുഹൃത്തിന്റെ കേസാണ്. വെട്ടിക്കൊന്നയിലൊരു പെൺ സുഹൃത്താണ്. തൊട്ടടുത്ത് ഞങ്ങളുടെ നാട്ടിൽ അപകടം ഉണ്ടായി. അതിൽ മരിച്ചത് കുണ്ടോട്ടിക്കാരന്റെ കൂടെ പോകുമ്പോൾ കുണ്ടോട്ടിക്കാരൻ ആൺ സുഹൃത്താണ്. ആ പെണ്ണ് മരിച്ചു. രക്ഷിതാക്കൾക്ക് പലതും അറിയാം. ഇങ്ങനെ പെൺ സുഹൃത്തുണ്ട് എന്ന് അറിയാമെന്ന് വെച്ചാൽ വാപ്പാർക്ക് പലപ്പോഴും അറിയില്ല, ഉമ്മാർക്ക് അറിയാം. നമ്മുടെയൊക്കെ വീട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ്. ഉമ്മമാര് എല്ലാ കാര്യവും വാപ്പാരെ മറച്ചു വെക്കും. ഇവിടെയും പറയേണ്ടത് മറ്റോ വന്ന് ഗൾഫിൽ നിന്ന് പറഞ്ഞത് കടണ്ട്, കടല്ല എന്നാണ്. 65 ലക്ഷം കടണ്ട് എന്ന് ഉമ്മ പറയണു. കാമുകിയുടെ അനുജൻ പറഞ്ഞത് പ്രേമമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉമ്മാക്കറിയാന്നാണ്, വാപ്പാക്ക് അറിയില്ല എന്നാ പറഞ്ഞത്. മുസ്ലിം ഫാമിലിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. മറ്റാള് പട്ടാളത്തിൽ നിന്ന് വന്ന ആളാണ്, ഒരാൾ കൊല്ലപ്പെട്ടത്. എവിടുന്ന് വന്നും കാര്യമില്ല. ആരോ പറഞ്ഞിരുന്നു പോലീസുകാരൊക്കെ ഇപ്പൊ ആൾക്കാരെ പിടിക്കുകയാണെങ്കിൽ ബൈക്ക് ഓനെ വിളിക്കുക, സാറേ ഞാൻ അറിയാതെ ചോദിച്ചു പോയതാ, ഒടുക്കാച്ച പോയിക്കോട്ട് കഴിച്ചിലായ പോലീസുകാരന്റെ തടി കിട്ടുന്നുണ്ട് ആരോ ഒരാളെ എഴുതിയിരുന്നു. ഈ ഒരു കോലത്തിലാണ് നമ്മളൊക്കെ. പലപ്പോഴും നമ്മൾ കാരണം നന്മകൾ കുട്ടികൾക്ക് തടയപ്പെടാൻ ഒരു കാരണവും ഉണ്ടാവരുത്. പരീക്ഷയാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, ദീന് തൗഹീദ് പഠിപ്പിക്കണം. അതുകൊണ്ടാണ് ആയിഷ ബീവി പറഞ്ഞത്, ആദ്യം ഞങ്ങളോട് കള്ളുടിക്കരുതേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയും ഞങ്ങൾ കള്ളുകുടി മാറ്റൂല എന്നാണ് പറയും നബിയോട്. പക്ഷെ ഈമാൻ ഇങ്ങനെ മനസ്സിൽ ചെന്നപ്പോ, ഈമാൻ മനസ്സിൽ ചെന്ന കുട്ടിക്ക് ഈ മാർച്ചിൽ എന്ത് പരീക്ഷ വന്നാലും 10 മിനിറ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ റെഡിയാവും. ജമാഅത്ത് ഉണ്ടെങ്കിൽ വാപ്പാന്റെ കൂടെ വരാൻ തയ്യാറാവും. വാപ്പന്റെ പറയിച്ച അവിടെ ഇരുന്നോ, എനിക്ക് പരീക്ഷ ഇല്ലേ എന്ന് പറഞ്ഞാൽ അവൻ വരൂല. ഉമ്മ പറയാം എനിക്ക് ഒരുപാട് പഠിക്കാണ്ടെങ്കിൽ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞാൽ അവൻ വരൂല. അങ്ങനത്തെ കുട്ടികൾ അവസാനം നാശത്തിന് ഹേതു പോകും. നോക്കൂ എത്ര നല്ല സമീപന. നബിനോട് വന്ന് പരസ്യമായിട്ട് പറയും എനിക്ക് വിഭജിക്കണം എന്ന്. ഓൽക്ക് അങ്ങനെയാണ്. എന്ത് കാര്യവും നബിയോട് വന്ന് പറയും എനിക്ക് വിഭജിക്കണം. നബി എന്താ പറയുക? മറ്റാൾ വാളൊക്കെ എടുക്കും. നബിനോട് എന്താണ് അജി ചോദിക്കുന്നു വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് അങ്ങനെ പ്രതികരിക്കുക. നബി പറഞ്ഞു ഉണ്ടാകാതെ അവനോട് പറഞ്ഞു നീ വിഭജിക്കാൻ പോണത് എൻ്റെ ഉമ്മ, എൻ്റെ പെങ്ങളോ, എൻ്റെ പിന്നെ ഭാര്യയെ, ഇങ്ങനെ ഇവരെയൊക്കെ ആരെങ്കിലും വിഭജിച്ചാൽ ഇഷ്ടപ്പെടുവോ? ഒരുപാട് വിശദീകരിക്കാനുള്ള കാര്യം. പക്ഷെ ഹേയ് നബി ഞാൻ അതൊന്നും ഇഷ്ടപ്പെടില്ല. എന്നാ ഇജ് വിഭജിക്കാൻ പോണത് ആരെങ്കിലും പെങ്ങന്മാരെയാണ്, അല്ലെങ്കിൽ ആരെങ്കിലും ഉമ്മാനെയാണ്, ആരെങ്കിലും പെങ്ങളെയാണ്, ആരെങ്കിലും സഹോദരനെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോ നബി വേണ്ട, ഞാൻ റെഡിയായി തിരിഞ്ഞു പോകാം. റമദാനിന് പച്ചപ്പകല് ഭാര്യയുമായി ബന്ധപ്പെട്ട് നോമ്പ് മുറിച്ചു. നോമ്പ് അങ്ങനെ മുറിച്ചാൽ കഫാറത്തുണ്ട്. അടിമനെ മോചിപ്പിക്കാൻ കഴിയുമോ? ഇല്ല നബി എനിക്ക് കഴിയില്ല. സാധുവാ, എനിക്ക് കഴിയില്ല. 2 മാസം തുടർച്ചയായിട്ട് നോമ്പ് വെക്കാൻ കഴിയുമോ? ഒരു ദിവസം നോമ്പിന്റെ അവസ്ഥ ഇപ്പൊ ഓനെ കൊണ്ട് 2 മാസം നോമ്പ് വെക്കാൻ പറഞ്ഞപ്പോ എന്താ അവസ്ഥ? നബി എനിക്ക് അതിലും കഴിയില്ല. അല്ല 60 മിസ്കീന് ഭക്ഷണം കൊടുക്കാൻ കഴിയുമോ? നബി അതും കഴിയില്ല. എൻ്റെ അടുത്തൊന്നുമില്ല, കാത്തിരിക്കാൻ പറഞ്ഞു, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് കുറച്ച് സദക്ക കിട്ടിയ കാരക്കായിട്ടൊരു മനുഷ്യൻ വരുന്നത്. ആ കാരക്ക വന്നിട്ട് കൊടുത്തു, ഇത് മിസ്കിന്മാർക്ക് കൊടുക്കുക, ഒരു 60 മിസ്കീന് കൊടുത്തിട്ട് ഒന്ന് കഴിച്ചിട്ടാവുക. എങ്ങനെയാണ് രക്ഷപ്പെടുത്തുന്ന നബി? അയാൾ ഇങ്ങനെ വാങ്ങിയിട്ട് കൈ പിടിച്ച് ഇങ്ങനെ നിന്ന് നോക്കിയിട്ട് വെച്ചു, എന്നെക്കാളും വലിയ സാധുവിനെ ഇവിടെ എവിടെയും തെരഞ്ഞിട്ട് കാണാനല്ല. ഇത് കൊടുക്കണമെങ്കിൽ ഒരു സാധു ഉണ്ട്, എന്നെക്കാളും സാധു.
അപ്പൊ നബി പറഞ്ഞു കുട്ടികളും കൂടി എടുത്ത് തിന്നോളാം. എന്നിട്ട് നബി ചിരിച്ചു എന്നാണ്. അന്ന് അങ്ങനത്തെ ചിരി പിന്നെ എവിടെ നബി ചിരിച്ചിട്ടില്ല. അത്ര വലിയ ചിരി ചിരിച്ചു. നിങ്ങൾ ആലോചിക്കും, ഈ നിയമങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്. ഈ നിയമങ്ങളൊക്കെ നടപ്പാക്കുന്നതും നിയമങ്ങൾ കൊണ്ടുവരുന്നതും മനുഷ്യന്മാര് നന്നായി തീരാൻ വേണ്ടിയിട്ടാണ്. പ്രവാചകന്റെ മാതൃകയാണത്. അതുകൊണ്ട് ഒന്നാമതായി റമദാൻ വരുമ്പോ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു നല്ല നിയ്യത്ത് ഉണ്ടാവുക. ഇന്ന് തുടക്കം എന്ത് നല്ലൊരു നിയ്യത്ത്, ഈ പ്രാവശ്യത്തെ റമദാൻ മാസത്തില് ഞാനും എൻ്റെ കുട്ടികളൊക്കെ ഒന്ന് ദീനിയായി നന്നാവും, പഠിക്കും എന്നൊക്കെ ഉള്ളൊരു നല്ല ചിന്ത നമുക്കുണ്ടാകലാണ് ഒന്നാമത് വേണ്ടത്. നമ്മൾ മാത്രം നന്നായാൽ പോരാ, നമ്മുടെ കുട്ടികളും കുടുംബമൊക്കെ അത് ആ ഭക്ഷണം കഴിക്കുമ്പോഴും ഇഫ്താറിന്റെ സമയത്തും റമദാനിന്റെ ക്ലാസ്സുകളും ഖുർആൻ ഓതുന്ന കാര്യത്തിലും ഒക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും സഹകരിപ്പിച്ച് ഒരു നല്ല കുടുംബമായി മാറാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവും. ബന്ധങ്ങളൊക്കെ നമ്മൾ പുതുക്കണം. ഈ ഹജ്ജിന് പോകുമ്പോ നടന്നിട്ട് യാത്ര പറയല് നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ. സഹാബിന്റെ കാലഘട്ടത്തിലൊക്കെ ഹജ്ജിന് പോകുമ്പോഴല്ല അവർ യാത്ര ചോദിച്ചിരുന്നത്. അവർ റമദാനിൽ വന്നിട്ട് പൊറുക്കല്ല തേടി നിന്ന പൊരുത്തപ്പെടിപ്പിച്ചിരുന്നു എന്നാണ്. റമദാൻ ആകുമ്പോൾ എല്ലായിടത്തും നടന്നിട്ടേ പൊരുത്തപ്പെടിപ്പിക്കുക. കാരണം തിങ്കളും വ്യാഴവും നോമ്പ് നോൽക്കൽ സുന്നത്താണ്. നബി പറഞ്ഞു അന്ന് അമലുകളൊക്കെ ഉയർത്തും. ആഴ്ചയെ വീക്കിലി അള്ളാന്റെ അടുത്ത്, മറ്റേ ഷഹബാനില്ല, വീക്കിലി ഓരോ അമലുകൾ അള്ളാന്റെ അടുത്തേക്ക് പോകുന്നത് തിങ്കളും വ്യാഴമാണ്. അപ്പൊ തിങ്കളും വ്യാഴവും അമലുകൾ, എല്ലാ അമലുകളും അള്ളാന്റെ അടുത്ത് ഉയർത്തും. പക്ഷെ രണ്ടാളുടെ അമലുകൾ പെൻഡിങ് ആണ്. ആലോചിച്ച് നോക്കി നിങ്ങൾ, ട്രാഫിക് ഫൈനോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർക്ക് കൊടുത്ത വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷയ്ക്ക് അക്ഷയ പോയാൽ കാണാം വെരിഫൈ, അല്ലെങ്കിൽ പ്രോസസ്സിങ്, അല്ലെങ്കിൽ വെയിറ്റിംഗ്, അല്ലെങ്കിൽ പെൻഡിങ്. അങ്ങനെ കണ്ടാൽ നമുക്ക് മനസ്സിൽ എന്തൊരു ഇടങ്ങറേക്കാരം. എന്നാ അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, രണ്ടാള് തമ്മിൽ തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ അമലുകൾ അള്ളാഹു തആല ഉയർത്തൂലാണ്. തിങ്കളും വ്യാഴും ഉയർത്തൂല, പെൻഡിങ്. അവര് മിണ്ടുന്നത് വരെ അമലുകൾ അള്ളാഹു ഉയർത്തുകയില്ല. അതിലാരാ രക്ഷപ്പെടുക? ഔലൻ നാസി മൻ ബദഅ ബിസ്സലാം. അതിലേറ്റവും നല്ല മനുഷ്യൻ സലാം പറഞ്ഞവനാണ് എന്നാണ്. അത്രമാത്രം മതി, മിണ്ടാൻ അത് മതി, വേറൊന്നും വേണ്ട. അവരോട് പോവുക, ഭക്ഷണം കഴിക്കുക, ഒന്നും വേണ്ട, സലാം പറഞ്ഞാൽ മതി, ഉത്തരവാദിത്വം തീരുന്ന. അപ്പൊ നമ്മള് അയച്ചനോട് തെറ്റിയിട്ട് എളാപ്പാട് തെറ്റി, മൂത്താപ്പാട് തെറ്റി, മൂത്തച്ഛയോട് തെറ്റി, അമ്മായിമാട് തെറ്റി, ഈ കുശുമ്പും പോരും നമ്മുടെ മനസ്സിലുള്ളിടത്തോളം കാലം നമുക്ക് ഒരു അമലും പ്രയോജനം ചെയ്യൂല. അതുകൊണ്ട് ബന്ധങ്ങൾ നിന്നൊക്കെ, അതോടൊപ്പം നമ്മുടെ മനസ്സ് ക്ലിയർ ആക്കുക. സ്വർഗത്ത് പോകാനുള്ള കാരണം പറഞ്ഞോടത്ത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇതാ, അയാള് സ്വർഗത്ത് പോകും, അയാൾ സ്വർഗത്ത് പോകും എന്നും അയാൾ വരുമ്പോ നബി പറയും അയാൾ സ്വർഗത്തില്ല. പിന്നാലെ നടന്നു, ഒന്നും കാണുന്നില്ല. അവസാനം വീട്ടിൽ പോയി, അപ്പോഴും സ്പെഷ്യലായിട്ടൊന്നും മൂപ്പര് ചെയ്യുന്നില്ല. അവസാനം അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യണേ? അപ്പൊ അയാൾ പറഞ്ഞു, ഒന്നുമില്ല, ഞാന് ഒന്നും അധികം ചെയ്യണമായിട്ട് എനിക്കറിയില്ല. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത എന്താ പറയുക? മൂപ്പര് പറഞ്ഞത്, എന്റെ മനസ്സിൽ ആരോടും ഒരു പകയും വിദ്വേഷവും ഇല്ല എന്നാണ്. അതാണ് ആദ്യമായിട്ട് വേണ്ടത്. നമ്മുടെ മനസ്സിൽ ഒരാളോടും ഒരു കുരുട്ടും കുശുമ്പും പോരും പകയും വിദ്വേഷവും നിഫാഖും ഷിർക്കും പടച്ചവനോട് തുടങ്ങിയിട്ട് പ്രവാചകന്മാരോട് തുടങ്ങിയിട്ട് കുടുംബത്തിലെ ഒരാളോടും ഒരു മനസ്സിലും എന്തിന്റെ പേരിലാണെങ്കിലും ശരി, സംഘടനന്റെ പേരിലാണെങ്കിലും ശരി, ആദർശത്തിന്റെ പേരിലാണെങ്കിലും ശരി, ആദർശത്തില് അവര് പറയണ ഷിർക്കിലും കുഫറിലേക്കും നമ്മൾ പോകാൻ പാടില്ല. എന്നാലും അള്ളാഹ് പറഞ്ഞത് വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ് എന്നാണ്. വാപ്പാടും ഉമ്മാടും അവര് പറഞ്ഞ ഷിർക്കിനെ നമ്മൾ കൂട്ടിക്കാൻ പാടില്ല. അപ്പൊ എന്തിന്റെ പേരിലാണെങ്കിലും നമ്മൾ മനസ്സിൽ ഒരാളോടും പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. കാരണം ഇബ്രാഹിം നബി കഅബ നിർമ്മിച്ചിട്ട് പ്രാർത്ഥിച്ചത് എന്താ പറഞ്ഞതെന്നറിയോ? വലാ തുഖ്സിനി യൗമ യുബഅസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നല്ല ഒരു സലീമായിട്ടുള്ള രക്ഷപ്പെട്ട ഒരു ഹൃദയവുമായിട്ട്, വൃത്തിയുള്ള ഹൃദയവുമായിട്ട് റബ്ബിന്റെ അടുത്തേക്ക് സമീപിച്ചവനെ മാത്രമേ റബ്ബ് സ്വീകരിക്കുള്ളൂ. അന്ന് പടച്ചവനെ നീ എന്നെ വഷളാക്കരുത്. ആരായി പ്രാർത്ഥിക്കണം? ഇബ്രാഹിം നബി. ഇബ്രാഹിം നബിയുടെ ത്യാഗം നമ്മുടെ ത്യാഗം തട്ടിച്ചോ കാര്യങ്ങൾ. നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? എന്താ സമർപ്പിച്ചിട്ടുള്ളത്?
സ്വന്തം മകനെ ബലിയർക്കണം എന്ന് പറഞ്ഞപ്പോ ബലിയർക്കും. ഭാര്യനെയും കുട്ടിനെയും എവിടെയും ഇല്ലാത്ത സ്ഥലത്ത് നാട് കടത്തണം എന്ന് പറഞ്ഞപ്പോ നാട് കടത്തി. കഅബ നിർമ്മിക്കണം എന്ന് പറഞ്ഞപ്പോ കഅബ നിർമ്മിച്ചു. എന്നിട്ടൊക്കെ ഇബ്രാഹിം നബിക്ക് ഒരു ബേജാറുണ്ടായിരുന്നു. എന്ത്? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത. പടച്ചോനത് സ്വീകരിക്കൂലേ, പടച്ചോത് സ്വീകരിക്കൂലേന്ന്. അപ്പൊ നമ്മൾ നിസ്കരിച്ചു, നോൽപ്പ് വെച്ചു, റമദാനായി ജീവിച്ചു. ഇത് വാങ്ങുന്ന ആളിതൊന്നും കബൂല് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. നമുക്കൊരു സന്തോഷത്തിന് ഒരാൾ ഒരു ലെറ്റർ അയക്കാൻ, അപ്പൊ നമ്മൾ അഭിനന്ദിച്ചുകൊണ്ട് ലെറ്റർ അയക്കുമ്പോൾ നമ്മളെ തിരിച്ചയച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് നമ്മൾ എഴുതി കൊടുത്തു, ആളില്ല, അൺനോൺ, അറിയില്ല, എന്തായിരിക്കും അവസ്ഥ? അപ്പൊ ഇബ്രാഹിം നബി അടക്കം പേടിച്ചു. എന്തുകൊണ്ട് സ്വീകരിക്കൂല എന്ന് പേടിച്ചു? അത് ഇങ്ങനെ പറഞ്ഞത് എന്ത്? നല്ലൊരു ഹൃദയമില്ലെങ്കിൽ ഒരു കാര്യമില്ല, അള്ളാഹിന്റെ ഒന്നും ഉപകാരപ്പെടില്ല. എല്ലാം സമർപ്പിച്ച, ഭാര്യയെ സമർപ്പിച്ച, മക്കളെ സമർപ്പിച്ച, മകനറക്കാൻ തയ്യാറായ, കഅബ നിർമ്മിച്ച ഇബ്രാഹിം നബി അടക്കം ഭയന്നത് എന്റെ മനസ്സ് നന്നാവൂലേ എന്നുള്ള ഭയം. അവര് പോണ്ട സ്വർഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോ ഈ നോമ്പ് നോൽക്കുന്നതും കഷ്ടപ്പെടുന്നതും ഈ ജാതി ചൂടത്ത് പ്രയാസപ്പെടുന്നതൊക്കെ റബ്ബിന്റെ അടുത്ത് പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ മനസ്സ് നമ്മൾ ക്ലിയർ ആക്കിയിട്ടില്ലെങ്കിൽ റബ്ബിന്റെ അടുത്ത് പ്രതിഫലം ഉണ്ടാവില്ല. ഓരോ തെറ്റ് ചെയ്യുമ്പോഴും മനസ്സിൽ അല്ലാഹു റസൂൽ പറയാം, വെള്ളക്കടലാസ് പോലെയാണ് മുഅ്മിനിന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ ഹൃദയം. ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അതിലോരോ കറുത്ത പുള്ളികൾ വീഴും. അങ്ങനെ കറുത്ത പുള്ളികൾ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ, തൗബ കൊണ്ട് പശ്ചാത്താപം കൊണ്ട് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഓരോ പുള്ളി വീണ് 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 വെള്ളക്കടലാസ് കറുത്തു പോകും. അങ്ങനെ കറുത്തു പോയാൽ റബ്ബിൽ നിന്നും തടയപ്പെടും. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ സമ്പാദിക്കുന്ന ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ ഹൃദയത്തിൽ തുരുമ്പ് പിടിച്ചിരിക്കുന്നു. കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം, അവർ റബ്ബിൽ നിന്നും യൗമഇദിൻ, നാളെ പരലോകത്ത് റബ്ബിനെ കാണുന്ന ദിവസം, ലമഹ്ജൂബൂൻ, അവർ മറയിടപ്പെടുന്നവരാണ്. അതുകൊണ്ട് അല്ലാഹു റസൂലിനോട് പോലും, റസൂല് ഹൃദയശുദ്ധിയുള്ള മനുഷ്യൻ ലോകത്ത് ഒരൊറ്റ ആളാണ്. ഏറ്റവും ഹൃദയശുദ്ധിയുള്ള ആള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബിയോട് അള്ളാഹു പറയുന്നത്, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫത്ഹിർ. നിന്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ നിന്റെ ഹൃദയം നീ ശുദ്ധിയാക്കണം. എന്തിനാപ്പത്? അത് നമ്മളെ ഖുർആനിലാണ് ഉള്ളത്, നമ്മളെ ഖുർആനിലാണ് അതുള്ളത്. എന്റെ നബിയുടെ ഹൃദയം ശുദ്ധിയില്ലേ? അപ്പൊ ഏത് നബി ആയിട്ടും കാര്യമില്ല, പ്രവാചകനായിട്ടും കാര്യമില്ല, ഹൃദയശുദ്ധി എന്നുള്ളത്, തസ്കിയത്ത് എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ക്ലിയർ ആയിരിക്കണം. അവിടേക്ക് നല്ല നല്ല കാര്യങ്ങൾ വരൂ. അവിടെ നല്ല കാര്യങ്ങൾ ഇനി നട്ടുപിടിപ്പിക്കാൻ പറ്റൂ. ഹൃദയം എന്നതിന് വസ്ത്രം എന്ന് പ്രയോഗിച്ചതുപോലും നിങ്ങൾ ശ്രദ്ധിക്കണം. വസ്ത്രം എന്നുള്ള പ്രയോഗം ഹൃദയത്തിന് അറബികൾ, ജാഹിലിയ കവികളൊക്കെ അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. മുറുഖൈസൊക്കെ എന്തുകൊണ്ടാണ് സിയാബ് വസ്ത്രം എന്ന് പ്രയോഗിച്ചത്? ആലോചിച്ചൊക്കെ. നമ്മൾ അധികം ആളുകളും വെള്ളക്കുപ്പായിട്ടതാണ്. ഞാനിപ്പോ ഇത് അലക്കി തേച്ചൊക്കെ എടുത്ത് കുപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇതില് ചളിയാകണമെന്നും കറയകണമെന്നും ഞാൻ നോക്കിയില്ല. ഞാൻ അതിങ്ങനെ ഇട്ട് നടന്നു. പിന്നെ ഇതിട്ട മനുഷ്യന്മാര് വരെ എൻ്റെ അടുത്തേക്ക് വരൂല. ഒരു 4 ദിവസം മതി. ഈ ജാതി ചൂടത്ത് 2 ദിവസം മതി. 2 ദിവസം അത് അടുപ്പിച്ചിട്ടാൽ മനുഷ്യന്മാരെൻ്റെ അടുത്തേക്ക് വരൂല. അപ്പൊ അറിയാതെ അവിടെ ഇവിടെയൊക്കെ ചളിയൊക്കെ അയക്കി ഒന്ന് കഴുകി കളഞ്ഞ് മണൊക്കെ മാറ്റി ഒന്ന് അലക്കിട്ടാൽ ഫ്രഷായി ആരടുത്തേക്ക് നമുക്ക് ചെല്ലാം. ആലോചിച്ചു. വെള്ള വസ്ത്രം മുഷിഞ്ഞാൽ മനുഷ്യന്മാർ പോലും അടുത്തേക്ക് വരൂലെങ്കിൽ നമ്മുടെ ഹൃദയം മുഷിഞ്ഞാൽ ആ ഹൃദയം അള്ളാഹു നോക്കൂല. ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. റബ്ബിൽ നിന്നും ആ ഹൃദയം മറയിടപ്പെടും. അതുകൊണ്ട് നമ്മുടെ മനസ്സ് നന്നാക്കുക. അതിന് ഏറ്റവും നല്ല അവസരമാണ് റമദാൻ മാസം. ഏറ്റവും നല്ല അവസരം. അല്ലാഹു തആല ഓരോ നന്മക്കും ഇരട്ടി ഇരട്ടി പ്രതിഫലം തരുന്ന ഒരു മാസമാണ്. നിസ്കാരത്തിന്, തൗബക്ക്, പശ്ചാത്താപത്തിന് ഒക്കെ ഏറ്റവും നല്ല സമയം. ആലോചിച്ചു. പ്രവാചകന്മാര് പോലും, പ്രവാചകന്മാരെ പറ്റി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം അവരിൽ നിന്ന് ഒരിക്കലും തെറ്റ് സംഭവിക്കൂലാണ്. പ്രവാചകന്മാരിൽ നിന്ന് സംഭവിക്കുന്ന
പിഴവുകൾക്ക് ഖിലാഫുൽ ഔല എന്നാ പറയാം, നല്ലതിനെതിര് എന്ന് പറയാം. എന്നിട്ട് പോലും ആലോചിച്ചോക്കണം, നൂഹ് നബിയോട് അള്ളാഹു പറഞ്ഞിരുന്നു നിന്റെ കുടുംബത്തെ ഞാൻ രക്ഷപ്പെടുത്താം, ബാക്കിയുള്ളവരൊക്കെ കപ്പലിൽ കയറാത്തവരൊക്കെ നഷ്ടപ്പെടും എന്ന് പറഞ്ഞിരുന്നു. കപ്പലിൽ കയറാൻ പറഞ്ഞപ്പോ മകൻ കയറിയില്ല. അപ്പോഴാണ് നൂഹ് നബി അള്ളാഹിനോട് പറയണത്, ഇന്ന ബിനി മിൻ അഹ്ലി വഇന്ന വഅദകൽ ഹഖ്, നിന്റെ മകന്റെ കുടുംബത്തിൽപ്പെട്ടതാണല്ലോ, നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ നിന്റെ കുടുംബക്കാരെയൊക്കെ രക്ഷപ്പെടുത്താൻ, അതുകൊണ്ടെങ്കിലും അത് വെച്ചിട്ടെങ്കിലും പറഞ്ഞിട്ട് എന്റെ മകനൊന്ന് രക്ഷപ്പെടണം എന്ന് നൂഹ് നബി പറയാൻ. കൂടെ നമ്മളാരും നന്നായതുകൊണ്ട് നമ്മളെ മക്കൾ നന്നായിക്കൊള്ളുന്നില്ല. വെറുതെ വിലപിച്ചിട്ട് കാര്യമില്ല. മക്കൾക്ക് വേണ്ടി ജീവിതം തൊലച്ചിട്ട് എന്ത് ഈ ചെക്കന്മാര് പറഞ്ഞറിയോ, എന്നെ ജനിപ്പിച്ചതിന് പ്രതികാരം വീട്ടിയതാണെന്ന്. മക്കൾക്ക് നേരെ ചൊവ്വ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മക്കൾക്ക് നേരെ ചൊവ്വ തൗഹീദ് പഠിപ്പിച്ചിട്ടില്ലെങ്കിലും മക്കൾ പറയാങ്ങനെ, എന്നെ ജനിപ്പിച്ചതിന് പ്രതികാരം വീട്ടിയെന്ന ഉമ്മയെ കൊന്ന മകൻ കോടതിയിൽ പറഞ്ഞത്. ജനിപ്പിച്ചതിന് പ്രതികാരം കിട്ടി. ഞാൻ പറഞ്ഞ ഖിയാമത്ത് അടയാളം നല്ലത്. ഇത് കേരളത്തിന്റെ സംസ്കാരത്തിന്റെ കുറവാണ്. നമുക്കുള്ള സംസ്കാരം എവിടെയോ നഷ്ടപ്പെട്ടു, അതിന്റെ കുറവാണ്. നമ്മുടെ ദീന് നഷ്ടപ്പെട്ടു, ദീനൊക്കെ പരിഷ്കരിച്ചു. അപ്പൊ ഞാൻ പറയുന്നത്, നൂഹ് നബി മകനെ കയറാൻ പറഞ്ഞു, അത് പുത്രസ്നേഹം നമുക്കൊക്കെ ഉള്ളത്. പക്ഷെ അള്ള പറഞ്ഞു, ഇന്നഹു ലൈസ മിൻ അഹ്ലിക, നിന്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല, അവന്നഹു അമലുൻ ഗൈറു സാലിഹ് വലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്നി അഅദുക അൻ തകൂന മിനൽ ജാഹിലീൻ. ആവശ്യമില്ലാത്ത ചോദ്യം എന്നോട് ചോദിക്കരുത് എന്ന് നൂഹ് നബിയോട് പറഞ്ഞു. അപ്പൊ തന്നെ നൂഹ് നബി ഒന്ന് പറഞ്ഞു, ഖാല റബ്ബി ഇന്നി അഊദു ബിക മിൻ അൻ അസ്അലക മാ ലൈസ ലി ബിഹി ഇൽം. പടച്ചോനെ, എനിക്കറിവില്ലാത്തൊരു കാര്യം നിന്നോട് ചോദിച്ചതിന് ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. പ്രവാചകന്മാർ അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു അരുതായ്മ ചെയ്ത ഉടനെ തന്നെ മനസ്സപ്പത്തിന് ക്ലിയർ ആക്കും, മായ്ച്ച് കളയുന്നു. ഒരു എറൈസറാണ് തൗബ. മനസ്സിൽ എന്ത് സംഭവിച്ചാലും തെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ മനസ്സിൽ വിഷമമുണ്ടാക്കുന്നതും മറ്റുള്ളവർ അറിയരുതേ എന്ന് ആഗ്രഹിക്കുന്നതുമാണ് തെറ്റ്. ഈ തെറ്റ് ചോദിച്ചിട്ട് ഉസ്താദിനോട് ചോദിക്കാൻ പോണ്ട. അള്ളാഹ് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലിനോട് അധിക കാര്യത്തിൽ മസ്അല ചോദിക്കുമ്പോൾ അള്ളാഹ് റസൂല് എന്താ പറയില്ല അറിയോ? നിന്റെ ഹൃദയത്തിനോടൊന്ന് ചോദിക്കുക. ഏറ്റവും നല്ല മൊയ്യേര്, നല്ല മൗലവി ആരാന്നറിയോ? ഹൃദയാണ്. ഏറ്റവും നല്ല മൊയ്യേര് ഹൃദയാണ്. ഏറ്റവും നല്ല മൗലവി ഹൃദയാണ്. ഞാൻ എന്നോട് ചില ആളുകൾ സംശയം ചോദിക്കുമ്പോ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ എന്താ? എന്റെ മനസ്സിലത് പാടില്ല എന്നാണ്. നിങ്ങൾ ചോദിച്ചതും അതുകൊണ്ടല്ലേ? നിങ്ങൾക്ക് ഇത് പാടില്ല എന്ന് ബോധ്യം ഉണ്ടായത് കൊണ്ടല്ലേ നിങ്ങൾ എന്നോട് ചോദിച്ചത്? അതെ, എന്നാ പിന്നെ അങ്ങനെ തന്നെ പോയിക്കോട്ടെ. അതാണ് ശരി. നമ്മൾ എപ്പോഴാ മസാല ചോദിക്കല്? നമുക്ക് 100% തെറ്റാണെന്ന് ഉറപ്പുള്ള ഒരു കാര്യം മൊയ്ലേരത്തിന് എന്തെങ്കിലും ഇളവിട്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും മസാല ചോദിക്കല്. അങ്ങനെയല്ല പ്രവാചകന്മാർ ചോദിച്ചിട്ടുള്ളത്. അവരൊരു ചെറിയ കാര്യം അവരിൽ നിന്ന് സംഭവിച്ചാൽ തെറ്റാണ് എന്ന് പടച്ചവൻ പോലും തീരുമാനിക്കുന്നതിന് മുമ്പ് അബദ്ധത്തിൽ സംഭവിച്ചാൽ ഉടനെ തന്നെ പശ്ചാത്തപിച്ച് മനസ്സ് ക്ലിയർ ആക്കും. അപ്പൊ തന്നെ എറേസ് ചെയ്യും, അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യും എന്നാണ്. അതാണ് ഒരു ശുദ്ധീകരണം. ദാവൂദ് നബി അങ്ങനെ ശുദ്ധീകരിച്ചിട്ടുണ്ട്. സുലൈമാൻ നബി അങ്ങനെ ശുദ്ധീകരിച്ചിട്ടുണ്ട്. സുലൈമാൻ നബി തന്റെ ഉത്തരവാദിത്ത നിർവഹണത്തിൽ ചെറിയ വീഴ്ച സംഭവിച്ചപ്പോ സുലൈമാൻ നബി വന്നു നോക്കുമ്പോൾ സിംഹാസനത്തിൽ ഒരു ഡെഡ് ബോഡിയാണ് കണ്ടത്. വലഖദ് ഫതന്ന സുലൈമാന വഅൽഖൈന അലാ കുർസിയിഹി ജസദൻ സുമ്മ അനാബ്. സുലൈമാൻ നബിയുടെ സിംഹാസനത്തിൽ ഒരു ജസദ് കൊണ്ടുപോയി. ഉടനെ തന്നെ എന്തോ ഒരു കാര്യം ഞാൻ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നാണ്. ഡെഡ് ബോഡി സിംഹാസനത്തിൽ ഇരിക്കാറാലോ, ഒന്നിനും കഴിയാത്തൊരു രാജാവ് ഇരിക്കാനാണ്. അത് മനസ്സിലാക്കി സുലൈമാൻ നബി ഉടനെ തന്നെ തൗബ ചെയ്ത് മടങ്ങി എന്ന് ഖുർആനിൽ കാണാം. അതുപോലെ തന്നെ ദാവൂദ് അലൈഹിസ്സലാം, അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന് പരീക്ഷണം നടത്തി. പരീക്ഷിച്ചു എന്ന് മനസ്സിലായപ്പോ, തെറ്റുപറ്റി എന്ന് മനസ്സിലായപ്പോ, ഖിലാഫുൽ ഔല സംഭവിച്ചു എന്ന് മനസ്സിലായപ്പോ ഉടനെ തന്നെ സുജൂദിൽ പോയിട്ട് പടച്ചതമ്പുരാനോട് തൗബ ചെയ്ത് മടങ്ങാൻ. അപ്പൊ നമ്മള് അങ്ങനെ ആയാൽ മതി. ഞാൻ പറയുന്നുണ്ട്, നമ്മളായാൽ മറ്റുള്ളവർ ഓട്ടോമാറ്റിക് നന്നാവും.
വീട്ടിലെ വാപ്പ വാപ്പയായാൽ മക്കൾ ഓട്ടോമാറ്റിക് നന്നാവും. വീട്ടിലെ ഉമ്മ ഉമ്മയായാൽ മക്കൾ ഓട്ടോമാറ്റിക് നന്നാവുന്നു. ഞാൻ പറയുന്നുണ്ട് ഉദാഹരണം. മൂസാ നബി അലൈഹി ഇസ്ലാം, മൂസാ നബിനെ ഫിർഔന്റെ അടുത്തേക്ക് അള്ള പറഞ്ഞേക്കാം. മൂസാ നബിനെ ഫിർഔന്റെ അടുത്തേക്ക് അള്ള പറഞ്ഞേക്കാം. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എന്തായിരിക്കും പ്രാർത്ഥിച്ചിട്ടുണ്ടാകുക? കുറച്ചുപോലെ നല്ലൊരു മൈക്ക് ഉണ്ടാവണേ. മൈക്ക ഞാൻ എനിക്ക് ആദ്യം ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ ആണ്. അതുകൊണ്ട് അപ്പൊ ഇത് ചെയ്യും, നിങ്ങൾ ക്ഷമിക്കാം. കുറച്ചുപോലെ ക്ലാസ്സിന് ആളുണ്ടാവുമെന്നാവോ, എങ്ങനെ ഇപ്പൊ അവിടെ ക്ലാസ് എടുക്കാൻ ശബ്ദമൊക്കെ അനുകൂലമാകുമെന്നാവോ, റൂമിലാന്നാവോ ഹാളിലാന്നാവോ, ഇങ്ങനെ ഞങ്ങൾക്കുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഈ ചൂടത്ത് ഇനി മദ്രസയിൽ, അവിടെ മദ്രസ ഉണ്ട്, അവിടെ ഞാൻ ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട് റമദാനിലൊക്കെ. അപ്പോ അവിടെ ആകുമെന്നാവോ, ഇതൊക്കെ നമ്മുടെ പ്രശ്നമാണ്. കുറച്ചോനെ നന്നാക്കണേ, ആ കമ്മിറ്റിക്കാർക്ക് നല്ല ബോധം ഉണ്ടാവണേ എന്നൊക്കെ പറഞ്ഞിരിക്കാൻ ഞാൻ വന്നിട്ടുണ്ടാകുക. ഇങ്ങോട്ടല്ല എങ്ങോട്ടും അങ്ങനെ തന്നെ പോകാം. എന്നാ മൂസാ നബി ഫിറഔന്റെ അടുത്ത് പോകുമ്പോൾ ശരിക്കും എന്താ പ്രാർത്ഥിക്കേണ്ടത്? കുറച്ചോനെ ഞാൻ പറഞ്ഞൊക്കെ ഫിറഔനൊന്ന് കേൾക്കണേ, ആ മക്കളെയും ഫിറഔനൊക്കെ പാടൊന്നും ഞാൻ പറഞ്ഞ അനുകൂലാക്കണേ, എനിക്ക് അബദ്ധമൊന്നും സംഭവിക്കല്ലേ, ബുദ്ധിമുട്ടരുതേ. അങ്ങനെ ഒന്നും മൂസാ നബി പ്രാർത്ഥിച്ചു. മൂസാ നബി പ്രാർത്ഥിച്ചത് റബ്ബി ഇശ്റഹ് ലി സദ്രി, പടച്ചോനെ എന്റെ ഹൃദയത്തെ നഗ്നേന. നിങ്ങൾ ആലോചിച്ച് നോക്കി നിങ്ങള്, റബ്ബി ഇശ്റഹ് ലി സദ്രി, പടച്ചോനെ എന്റെ ഹൃദയത്തിന് നീ വിശാലത തരണം, വയസ്സിർ ലി അംരി, എന്റെ കാര്യം എളുപ്പമാക്കി തരണം. ഇത്ര വലിയ സന്ദിഗ്ധ ഘട്ടത്തിലാണ് പോണത്. അവിടുന്ന് പോന്ന ഫിർഔൻ റബ്ബി ഇശ്റഹ് ലി സദ്രി, എന്നെ നേരാക്കണേ എന്ന്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയം നന്നായാൽ നമ്മുടെ കുടുംബം നന്നാവും, നമ്മുടെ കീഴുള്ളവർ നന്നാവും, താഴെയുള്ളവർ നന്നാവും. അവരെന്തുകൊണ്ട് കേടുവരുന്നു? നമ്മൾ നന്നാകുന്നില്ല. നമ്മളെപ്പോഴും അള്ളാഹുവോട് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഹൃദയം നന്നാക്കണേ. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി പടച്ചോനെ എന്നെ വഷളാക്കരുത്, വലിയ ആളൊക്കെ ആയിട്ട് പോകുമ്പോ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞ ഇബ്രാഹിം നബിയാണ്. ഇബ്രാഹിം നബിക്ക് അനുയായികൾ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇബ്രാഹിം നബിയാണ് ഏറ്റവും മഹാനായ പ്രവാചകൻ. ആ പ്രവാചകൻ പറഞ്ഞത് ഹൃദയം നന്നാക്കുക. അപ്പൊ ഹൃദയം നന്നാക്കാനുള്ള തൗബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ് മനസ്സിലാക്കുക. അപ്പൊ ബന്ധങ്ങൾ, മനുഷ്യരോടുള്ള ബന്ധങ്ങളൊക്കെ നന്നാക്കുക, നമ്മുടെ മനസ്സ് ഒന്ന് ക്ലിയർ ആക്കുക. പിന്നെ നോമ്പ് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. നോമ്പ് എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തിൽ നാവിനാണ് നോമ്പ് വേണ്ടത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നമ സിയാമു മിനൽ ലഹ്വി വറഫസീന ലൈസത്തി സിയാമു മിനൽ അക്ലി വശുർബീന. തീറ്റയും കുടിയും ഒഴിവാക്കലല്ല നോമ്പ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇന്നു മുതൽ മനസ്സിലാക്കാം. തീറ്റയും കുടിയും ഒഴിവാക്കലല്ല, മറിച്ച് മോശമായ കാര്യത്തിൽ നിന്ന് നാവിനെയും പ്രവർത്തനത്തെയും തടയലാകുന്നു നോമ്പ് എന്നാണ്. മിണ്ടാതിരിക്കലാണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്നാണ്. അനാവശ്യമായി ഒരു കാര്യവും സംസാരിക്കാൻ പാടില്ല. ഞാൻ പറയുന്നുണ്ട്, നമുക്ക് അള്ളാഹു തന്ന നാവിന്റെ ലക്ഷ്യം സംസാരിക്കലല്ല, സംസാരിക്കാതിരിക്കലാണ്. മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫൽയഖുൽ ഖൈറ, അവൻ നല്ലത് മാത്രം പറയട്ടെ, ഔ ലിയസ്മുത്, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ്. നല്ലതല്ലാത്ത ഒരു കാര്യത്തിന് വായ പൊളിച്ചാൽ നമ്മൾ കുറ്റക്കാരാകുമെന്ന് റമളാനിൻ്റെതാണ്. മറിയം ബീവി അങ്ങനെ പറഞ്ഞു, ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, ഞാൻ റഹ്മാന് വേണ്ടി സൗമ് നേർച്ചയാക്കിക്കുന്നു. സൗം എന്ന് പറഞ്ഞാൽ നോമ്പ് എന്നാണ്, നോമ്പ് വ്രതം. എന്താണ് ആ സൗമ്? ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, ഒരു മനുഷ്യനോടും ഞാൻ സംസാരിക്കേയില്ല എന്നുള്ളതാണ്. അപ്പൊ നോമ്പിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാവാണ്, ഇല്ലെങ്കിൽ നോമ്പ് ബാത്തിലാവും. നിങ്ങളല്ല ചുപ്പി നമ്മുടെ നാവ് കൊണ്ട് പലതും ബാത്തിലാവില്ലേ? ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്ത് വന്നിട്ട് അങ്ങനെ പറയാ, ഞാൻ ഹജ്ജിന് പോയിക്കണം, ഇന്നെ എല്ലാവരും ഹാജിരെന്ന് വിളിച്ചോളി, ഞാനൊക്കെ ഇപ്പോൾ വളരെ നല്ല മനുഷ്യനേക്കണ്, ഹജ്ജൊക്കെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നടന്ന അവന്റെ പോയി. കണ്ടോ, ആ ഹജ്ജ് പോയി. ഹജ്ജ് ചെയ്തിട്ട് നാവണ്ടെന്ന് വിളിച്ചു പറഞ്ഞാൽ ഹജ്ജ് പോയി. നിസ്കരിക്കാൻ ഒരാള് നിസ്കാരം കേട്ടോ അങ്ങനെ പറയാം, ഞാൻ ഇപ്പൊ നിസ്കരിച്ചു, ഞാൻ സുബഹി നിസ്കരിച്ചപ്പോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവന്റെ സുബഹിയുടെ മഹത്വം നീച്ചെന്നൊക്കെ കാര്യം ഇങ്ങനെ മറ്റൊരാളെ അറിയിച്ചാൽ പോയി, നിസ്കാരം പോയി. സദക്ക കൊടുത്തു, ഖുർആൻ പ്രത്യേകം പറയണ്ട, ലാ തുബ്തിലു സദഖാത്തിക്കും, നിങ്ങളെ സദക്ക നിങ്ങൾ ബാത്തിലാക്കരുത്, ബിൽ മന്നി വല്ലാത, കൊടുത്തത് എടുത്തു പറഞ്ഞിട്ടും ഉപദ്രവിച്ചിട്ടും. നാവുകൊണ്ട് സദക്ക കൊടുത്തിട്ട് ഞാൻ അങ്ങനെ പറയാം, അവനെ ഉപദ്രവിക്കാൻ. എത്രത്തോളം അറിയാം, എന്റെ തഫ്സീറിൽ കാണാം, നമ്മുടെ വീട്ടിലൊരു ഭിക്ഷക്കാരൻ വന്നിട്ട് ആ ഭിക്ഷക്കാരനെ നമ്മൾ പൈസ കൊടുത്തിട്ട് പോകുമ്പോൾ അവനോട് ഗേറ്റ് അടക്കുക എന്ന് പറഞ്ഞാൽ അത് ഉപദ്രവാണെന്ന് നമ്മളൊന്നും ശ്രദ്ധിക്കല്ലോ. പണ്ഡിതന്മാരൊക്കെ ചർച്ച ചെയ്തിട്ട് എന്റെ വീട്ടിൽ റമദാനായിട്ടുള്ള കയറി വരികയാണ്, ആരാവൊന്നും അറിയില്ല, വെറുതെ വരികയാണ്, റമദാനായിട്ട് നടക്കാൻ തന്നെ വന്ന, എന്നാലും
അപ്പൊ അമ്മസായാലെ വരാത്ത ചോദിച്ചു എന്തെങ്കിലും കൊടുക്കുന്നല്ലേ? അപ്പൊ ഒരു റുപ്യ കൊടുത്തു, 8 റുപ്യ കൊടുത്തിട്ടുള്ളൂ. നല്ല മനസ്സോടെ കൊടുക്കുകയാണെങ്കിൽ അതിനെ വലിയ പുണ്യമുള്ള കാര്യം. 1 റുപ്യ കൊടുത്താൽ 700 റുപ്യ കിട്ടുന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നീയത്ത് വെച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. പോണ പോക്കില് ഓൻ ഗേറ്റ് തുറന്നാ വന്നത്. ഓൻ ഗേറ്റ് തുറന്നിട്ട് പോയാൽ കുട്ടികൾ ഓടി റോട്ടിലേക്ക് പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓനോട് പറയാം, ആ ഗേറ്റ് ഒന്ന് ചാരിട്ടോ എന്ന് പറഞ്ഞാൽ അത് അവനെ നാവ് കൊണ്ട് ഉപദ്രവിക്കലാണ്, സദഖ ബാത്തിലാകും. അത്ര സൂക്ഷ്മമായ കാര്യങ്ങളാണ്. അപ്പൊ സദഖ കൊടുത്തിട്ട് അവന് നാവോടെ എന്തെങ്കിലും പറഞ്ഞ സദഖ ബാത്തിലാവും, സക്കാത്ത് ബാത്തിലാകും, സദഖ ബാത്തിലാവും, ഒക്കെ ബാത്തിലാവും നമ്മുടെ നാവുകാരൻ. അള്ളാഹ് റസൂലിന്റെ അടുത്ത് വന്ന ഒരാൾ പറയാം, ഏതാണ് ഇസ്ലാമിലെ നല്ല കാര്യം? അപ്പൊ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, ജിഹാദ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, അവല അതുല്ലുക ബിമിലാക്കി ദാലിക കുല്ലിഹി, ഇതെല്ലാം നിനക്ക് കിട്ടുന്ന ഒരു കാര്യം പറഞ്ഞു തരട്ടെ എന്നാ ചോദിച്ചു. നിസ്കാരം, നോമ്പ്, ഹജ്ജൊക്കെ നിനക്ക് കിട്ടണമെങ്കിൽ ഒരു കാര്യം പറഞ്ഞു തരട്ടെ. അംസിക് അലൈക ലിസാനക, നീ നിന്റെ നാവിനെ പിടിച്ചു നിർത്തിക്കോന്ന. അപ്പൊ റമദാൻ മാസത്തില് മനസ്സ് നന്നാക്കുന്നതോടൊപ്പം നാവ് നന്നാക്കണം. ലാ യസ്തഖീമു ഈമാനുൽ അബ്ദി, ഒരു മനുഷ്യന്റെ ഈമാൻ സ്ഥിരമാകുന്നത്, നിലനിൽക്കുന്നത് ഹത്താ യസ്തഖീമ ലിസാനുഹു, നാവ് ഹത്താ യസ്തഖീമ ലാ യസ്തഖീമു ഈമാനുൽ അബ്ദി, ഒരു മനുഷ്യന്റെ ഈമാൻ നിലനിൽക്കുകയില്ല ഹത്താ യസ്തഖീമ ഖൽബുഹു, ഹൃദയം നന്നാകുന്നത് വരെ. ഹൃദയം നന്നായാലേ അതിൽ ഈമാൻ ഉണ്ടാവുള്ളൂ. ഹൃദയം അങ്ങനെ തന്നെയല്ലേ? ഇപ്പൊ വിത്തിടുന്നെങ്കിൽ അതിനനുസരിച്ച് നല്ല നിലം വേണം, അങ്ങനത്തോടത്തെ ഈമാൻ വളരുള്ളൂ. ഈമാനുള്ള നിലം വേണം, അത് ശുദ്ധമായ ഹൃദയം. വലാ യസ്തഖീമു ഖൽബുഹു, ഹൃദയം നന്നാകൂല ഹത്താ യസ്തഖീമ ലിസാനുഹു, അവന്റെ നാവ് നേരാകുന്നത് വരെയാണ്. നാവ് നന്നായാലേ ഹൃദയം നന്നാവുള്ളൂ, ഹൃദയം നന്നായാലേ ഈമാൻ ഉണ്ടാവുള്ളൂ. അപ്പൊ നാവിനെ സൂക്ഷിക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരം, ദിക്റുള്ളക്ക് വേണ്ടി നാവ് തുറക്കാം, ഖുർആൻ ഓതാം, നല്ല കാര്യങ്ങൾ പറയാം. അനാവശ്യമായും മോശമായും നാവ് തുറക്കൂല എന്നൊരു തീരുമാനിച്ചാൽ മതി. കാരണം എത്രയോ ആളുകൾ നാവിന്റെ ആളുകളാണ് നരകത്തിലുള്ളത് എന്ന് അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. നരകത്തിലൊക്കെ നാവിന്റെ ആളുകളാണ്. നാവ് കൊണ്ട് നരകത്തിൽ പോയ ധാരാളക്കണക്കിന് ആളുകളുണ്ട് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ നാവിനെ നന്നാക്കുക. നോമ്പ് എന്ന് പറയുന്നത് രഹസ്യമായ ഒരു ഇബാദത്താണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാൻ പറയുന്നുണ്ട് നോമ്പ് സെൽഫി എടുക്കാൻ പറ്റൂല, പറ്റുമോ? അതിപ്പോ സെൽഫി എടുക്കാൻ പറ്റുമെങ്കിൽ ഇന്നൊക്കെ എത്ര സെൽഫി കാരണം അതങ്ങനെ നിശ്ചയിച്ചിക്കാണ്. ബാക്കിയൊക്കെ സെൽഫിയാ. ഉംറക്ക് ഇവിടുന്ന് ഇറങ്ങിയാ സെൽഫി, ഹജ്ജിന് പോയാ സെൽഫി, സഫാ മർവന്റെ ഇടയിൽ സെൽഫി, പോരുമ്പ് സെൽഫി, ആകെ സെൽഫിയാ. ഹജ്ജ് ഉംറക്കെ സെൽഫിയാ, നിസ്കാരമൊക്കെ സെൽഫിയാ, എല്ലാപ്പൊന്നും സെൽഫിയാണ്. പക്ഷേ നോമ്പ് നമ്മളൊക്കെ ഇപ്പൊ ഇന്ന് നോമ്പ് പറഞ്ഞാല് നമുക്കൊക്കെ ഒന്ന് വെവ്വേറെ പ്രതിഫലമായിരിക്കും. അതാണ് നോമ്പിന്റെ ഒരു പ്രത്യേകത. വേറെ വേറെ പ്രതിഫലം. ഇങ്ങനത്തെ ഒരു അമല് വേറെ ഒന്നുമില്ല. അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. എന്റെ നോമ്പിനെ കുറിച്ച് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. നമ്മളെന്നാലും പറഞ്ഞ മാതിരി ഒരു സമൂസി, 2 ഈത്തപ്പഴവും പിന്നെ തരാമ്പളി മാമി, ഇതാണ് നമ്മളെ. അപ്പോഴും തിന്നണേന്റെ ചിത്രം വരക്കാൻ പറ്റുള്ളൂ, വേറെ പറ്റൂലല്ലോ. തിന്നണേന്റെ ചിത്രം. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മളൊരുപാട് അമലുമായിട്ട് റബ്ബിന്റെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ ആരെങ്കിലും നാവ് കൊണ്ട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, നമീമത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അമലുകളൊക്കെ എടുത്തിട്ട് മറ്റവർക്ക് കൊടുക്കുന്നതാണ്. ഒരുപാട് അമലുമായി വരും ഒരു മനുഷ്യൻ, അവനാണ് പാപ്പര്, മുഫ്ലിസ് അവനാന്ന് പറഞ്ഞിട്ടുണ്ട് ഹദീസില്. ഒരുപാട് അമലുമായിട്ട് വരും. അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇവനെ ഉപദ്രവിച്ചു, ഇവന്റെ സമ്പത്ത് തന്നു, ഇവനെ ചീത്ത പറഞ്ഞു, ഇവനെ തോന്നിയാസം പറഞ്ഞു, ഇവനെ ഗീബത്ത് പറഞ്ഞു, ഇവനെ നമീമത്ത് പറഞ്ഞു. എന്ത് ചെയ്യുന്നറിയോ? അങ്ങനെ ഇവന്റെ അമലുകളൊക്കെ അവന് കൊടുക്കും. ഇപ്പൊ ഞാനത് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അമലൊക്കെ എടുത്തിട്ട് ഓന് കൊടുക്കും. അങ്ങനെ ഓന്റെ അമലൊക്കെ കഴിഞ്ഞാൽ ഓന്റെ തിന്മെടുത്തിട്ട് എനിക്ക് തരും. അങ്ങനെ അവനെ, ഈ ഇബാദത്തുമായി വന്ന മനുഷ്യനെ നരകത്തിലേക്ക് തള്ളിയിടും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പണ്ഡിതന്മാർ പറഞ്ഞത് നോമ്പ് അതിൽ എടുത്തു കൊടുക്കൂലെന്നാണ്. നോമ്പ് എടുത്ത് കൊടുക്കൂലെന്നാണ്. അവന്റെ ഹജ്ജ് കൊടുക്കും, സക്കാത്ത് കൊടുക്കും, സദഖ കൊടുക്കും, എല്ലാം കൊടുക്കും. നോമ്പ് കൊടുക്കൂലെന്നാ പണ്ഡിതന്മാർ പറഞ്ഞത്. കാരണം നോമ്പിനെ പറ്റി അള്ളാഹ് പറഞ്ഞത് അസ്സൗമുല്ലി, അതെനിക്കാണ്.
അതെനിക്കാണ്. ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുന്നത്. അതിൽ വേറെ ആരും കൈകടത്താനായിട്ടില്ല. പരലോകത്ത് ചെന്നാൽ പോലും നോമ്പ് അള്ളാഹു തആല എടുത്തു കൊടുക്കൂലാന്ന് പണ്ടുമ്പോ പറയും. അത്ര ശ്രേഷ്ഠമായ നോമ്പാണ്. അതുകൊണ്ട് നോമ്പ് എന്ന് പറഞ്ഞാൽ എത്രയേ പറയണ വറുബ്ബ മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി, മോശമായ വാക്കും പ്രവർത്തനം ഒരാൾ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഫലൈസലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദറ തആമുഹു വശറാബഹു, ഓൻ പിന്നെ ഭക്ഷണവും പാനീയൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. റുബ്ബ സായിമി, എത്ര നോമ്പുകാരാണ് ഹല്ലുഹു മിൻ സിയാമിഹി അൽ അത്ശു വൽ ജൂ, അവന്റെ നോമ്പ് കൊണ്ട് അവന് കിട്ടിയത് വിശപ്പും ദാഹവും മാത്രമാണ്. റുബ്ബ ഖായിമിൻ, നിസ്കരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഫലൈസ ലഹു മിൻ ഖിയാമിഹി, അവന്റെ ഖിയാമിന് ലഭിക്കുന്നില്ല ഇല്ല അസ്ഹർ, ഉറക്കമൊഴിക്കലല്ലാതെ, വത്തഅബ്, ക്ഷീണമല്ലാതെ. ഹദീസിൽ വന്നതാണ്. നിസ്കാരം കൊണ്ട് കിട്ടിയത് എന്തേ? തറാവീഹ് കൊണ്ട് കിട്ടിയത് ക്ഷീണം. നോമ്പ് കൊണ്ട് എന്ത് കിട്ടി? പട്ടിണി കിട്ടി, വിശപ്പുണ്ടാ. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ റമളാൻ നോമ്പ് എന്നൊക്കെ പറഞ്ഞാൽ അത് നോമ്പിന്റെ ഒരു ചടങ്ങ് മാത്രമാണ്, കേവലം ഒരു ചടങ്ങാണ്. എന്ത്? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കണം. എന്നാൽ രാത്രി മുതൽ നേരം വെക്കുന്നവരെ കഴിക്കാവ. കുലു വശ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ സുമ്മ അതിമ്മു സിയാമ ഇലൽ ലൈൽ, പിന്നെ രാത്രി വരെ നിങ്ങൾ നോമ്പ് നോക്കണം. ഈ നോമ്പ് നല്ലതാണ്. കാരണം ലഅല്ലക്കും തത്തഖൂൻ. എന്തിനാ നോമ്പ്? ഇപ്പൊ ചില ആൾക്കാർ പറയുന്നത്, പ്രകൃതി ചികിത്സക്കാർ പറയുന്നത് നോമ്പ് പ്രകൃതി ചികിത്സ എന്നാണ്. ഹോമിയോക്കാർ പറയുന്ന നോമ്പ് ഹോമിയോ ആണെന്നാണ്. അലോപ്പതിക്കാർ പറയുന്ന നോമ്പ് അലോപ്പതി ആണെന്ന്. അതൊന്നും അല്ല. മറ്റേ മാക്സവന്റെ ആൾക്കാർ പറയാൻ നോമ്പ് വെച്ചാൽ നല്ലതാണ്, അതിന് പകരം ഇങ്ങനെയൊക്കെ നോമ്പിനെ ഓരോരുത്തർ ഏറ്റെടുത്തിക്കാണ്. അള്ളാഹ് ഒരൊറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വയുണ്ടാവണം. എന്താണ് ഈ തഖ്വ? അത് മനസ്സിലുള്ളൊരവസ്ഥയാണ്. നബിതങ്ങൾ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ചൂണ്ടിക്കാട്ടിയിട്ട് തഖ്വ ഹാവുന, ഒരാളെ താടിയോ തലയെക്കെട്ടോ പിന്നെ മീശയോ തുണിയോ കുപ്പായോ ഡ്രസ്സോ വേഷോ ഒന്നുമല്ല, മാനസികമായിട്ട് മാറണം. അപ്പൊ നോമ്പ് കൊണ്ട് ഭക്ഷണ രീതി മാറിയിട്ട് കാര്യമല്ല. അത് ഷുഗർ കുറക്കാനാണെന്നോ കൊളസ്ട്രോൾ ഇല്ലാതിരിക്കാനാണോ ഒന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ലഅല്ലക്കും തത്തഖൂൻ, ഒരൊറ്റ ലക്ഷ്യം, നോമ്പിന്റെ ഒരു ലക്ഷ്യം. അള്ളാഹ് പറഞ്ഞത് കുത്തിബ അലൈക്കും സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. തഖ്വ എന്ന് പറഞ്ഞാൽ ഒരുപാട് അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവി പാടിയിട്ടുണ്ട്, ഖല്ലി ദുനൂബ സഗീറഹ വകബീറഹ ദാക തുഖാ. തഖ്വ എന്ന് പറഞ്ഞാൽ നിനക്കറിയണോ, ചെറിയ പാപവും വലിയ പാപവും ഒഴിവാക്കുക. എല്ലാ പാപങ്ങളും നിസ്സാരമായിട്ടുള്ളത് പോലും നീ പ്രവർത്തിക്കരുത്, നിസ്സാരമായി കാണുന്നത് പോലും ഒഴിവാക്കുക. അതാ തഖ്വ എന്ന് പറഞ്ഞാൽ. ആലോചിച്ചോക്കി, മുള്ളുള്ള ഒരു സ്ഥലത്ത് കൂടെ ഒരൊറ്റ നടക്കുമ്പോ എങ്ങനെ നടക്കണത് അതുപോലെ നടക്കണം ദുനിയാവിൽ എന്നാണ്. മുള്ളും പാമ്പുള്ളടത്ത് നടക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോ ഓരോ ചവിട്ടടി വളരെ സൂക്ഷിച്ചിട്ടേ ഒരു ചവിട്ട് കഴിഞ്ഞാൽ അടുത്ത ചവിട്ട് നമ്മൾ വെക്കുള്ളൂ. ലാ തഹ്ഖിറന്ന സഗീറത്തൻ, ചെറിയ ഒരു കാര്യത്തെയും നിസ്സാരമാക്കരുത്. ഇന്നൽ ജിബാല മിനൽ ഹസാ, വലിയ പർവ്വതം ഉണ്ടാകുന്നത് ചെറിയ ചെറിയ ചരൽക്കല്ലുകൾ കൂടുമ്പോഴാണ്. കുന്ന് ഇങ്ങനെ കറച്ചെടുത്ത ചെറിയ ചരലുകളായി. അപ്പൊ ചെറിയ പാപങ്ങളാണെങ്കിൽ പോലും ശ്രദ്ധിക്കുക, അതാണ് തഖ്വ. ചെറിയ പാപങ്ങളാണെങ്കിൽ പോലും വരാതിരിക്കുക. അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ, നല്ല കാര്യം കൽപ്പിക്കുക, വന്നഹ്യു അനിൽ മുൻകർ, ചീത്ത കാര്യം വിരോധിക്കുക. അതിനെന്ത് സംഭവിച്ചാലും ക്ഷമിക്കുക. യാ ബുനയ്യ അഖിമിസ് സലാ വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക. മോനെ, ലുഖ്മാൻ അലൈഹിസ്സലാം മകനോട് പറയാം, നമ്മുടെ മക്കളോടും പറഞ്ഞു കൊടുക്കണം, മോനെ നല്ല കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം, മോശമായ കാര്യങ്ങൾ നിരോധിക്കണം. നമ്മൾ വേറിട്ട് നിൽക്കുന്നത് നമ്മൾ മാത്രമാണ്. ലോകത്തുള്ള സംഘടനകളിലും പ്രസ്ഥാനങ്ങളിലും നമ്മൾ മാത്രമാണ് തിന്മ കണ്ടാൽ അരുതേ എന്ന് പരസ്യമായി മൈക്ക് കെട്ടി പറയുന്നവർ നമ്മൾ മാത്രമാണ്. പലർക്കും അതിൽ അരോചകം ഉണ്ടാവും. തിന്മക്കെതിരെ ഖുർആൻ പറഞ്ഞോടത്തൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. നന്മ കൽപ്പിക്കുക എന്നതിടത്ത് നിൽക്കും എല്ലാ കാര്യങ്ങളും. അതുവരെ മനുഷ്യന് പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് തിന്മ കൽപ്പിക്കാൻ പറഞ്ഞ, തിന്മ വിരോധിക്കാൻ പറഞ്ഞിടത്ത് വസ്ബിർ അലാ മാ അസാബക,
നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ നീ ക്ഷമ കൈക്കൊള്ളണം. ഇന്നദാലിക മിൻ അസ്മിൽ ഉമൂർ, അതൊരു മാനസിക ധൈര്യത്തിന്റെ ലക്ഷണമാണ് എന്ന് പടച്ച തമ്പുരാൻ പറയാൻ കാരണം. അതുകൊണ്ട് റമളാനില് നമ്മുടെ മനസ്സ് നന്നാക്കുക, അത്രേ പറയാനുള്ളൂ. നമ്മുടെ കുട്ടികളെ നന്നാക്കുക, നമ്മൾ നേരാകുക. നമ്മൾ നേരായാലും ഓട്ടോമാറ്റിക്കലി ബാക്കിയൊക്കെ മാറും. റമളാൻ ഒരുപാട് പേരുണ്ട്. ഷെഹറുള്ള എന്നൊരു പേരുണ്ട്, ഷെഹറുൽ ഖുർആൻ എന്നൊരു പേരുണ്ട്, ഷെഹറു സിയാം എന്നൊരു പേരുണ്ട്, ഷെഹറു തംഹീസ് എന്നൊരു പേരുണ്ട്, ഷെഹറു സബർ എന്നൊരു പേരുണ്ട്. ഇതൊക്കെ റമളാൻ മാസത്തിന്റെ പേരാണ്. ഷെഹറു റമളാൻ എന്നൊരു പേരുണ്ട്. റമളാൻ എന്ന് പറഞ്ഞാൽ തന്നെ കരിച്ചു കളയുക, കത്തിച്ചു കളയുക എന്നൊക്കെയാണ്. ഷെഹറു ഖുർആനാണ്. കാരണം റമളാനെ മാത്രമേ അള്ളാഹു തആല ഖുർആനിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. വേറൊരു മാസത്തെയും അറബി മാസത്തെയും ഇംഗ്ലീഷ് മാസത്തെയും ഒന്നും അള്ളാഹ് ഖുർആനിൽ പരിചയപ്പെടുത്തിയിട്ടില്ല. അള്ളാഹ് ഖുർആനിൽ റമളാനെ പരിചയപ്പെടുത്താനുള്ള ഒരു കാരണം ഖുർആനാണ്. ഷെഹറു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. കാരണം ഖുർആന് തൗഹീദ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടത് ഖുർആനാണ്. ഈ തൗഹീദിനെ നട്ട് വളർത്തണമെങ്കിൽ ഖുർആൻ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ ഖുർആനുമായുള്ള ബന്ധം കുറച്ച് കൂട്ടുക. ഖുർആൻ ഓത്ത് മാത്രമല്ല കേട്ടോ, ഓത്ത് മാത്രമല്ല. നമ്മളൊക്കെ, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലൊക്കെ ഖുർആൻ പോലും ഉണ്ടായിരുന്നില്ല, ഒരൊറ്റ മുസ്ഹഫും ഉണ്ടായിരുന്നില്ല. നബിന്റെ കാലത്ത് ഒറ്റ മുസ്ഹഫും ഇല്ല. പക്ഷെ ഓരോരുത്തരും ഒരു ജീവിക്കുന്ന ഖുർആനായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് മുസ്ഹഫിന്റെ എണ്ണം ധാരാളമാണ്. എത്രയോ സ്ഥലത്ത് പൊടി പിടിച്ചിരിക്കുകയാണ് മുസ്ഹഫ്, ആർക്കും വേണ്ടാതായിരിക്കുകയാണ്. അപ്പോ നമ്മൾ തീരുമാനിക്കുക, ഇന്ന് മുതൽ തുടങ്ങാം, ഒരു ദിവസം ഒരു ജുസ് എങ്കിലും ഏറ്റവും ഓതുക. ഒരു ദിവസം ഒരു ജുസ്. കാരണം ഖുർആൻ അതാണ്. ഖദ് ജാഅകും മൗഇളത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. ഹൃദയം നന്നാവാനുള്ള മാർഗമാണ്. അത് ജാഅകും മൗഇളത്തും മിർ റബ്ബിക്കും, റബ്ബിന്റെ വയലാണ്. ഞങ്ങളെ പോലത്തെ മൗലിയന്മാരെ വയലല്ല, റബ്ബിന്റെ വയലാണ്, റബ്ബിന്റെ ഉപദേശമാണ്. വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, മനസ്സിലുണ്ടാകുന്ന രോഗങ്ങൾക്ക് ശമനമാണ്. അപ്പൊ ഖുർആൻ നമ്മൾ നന്നായിട്ട് ഓതാൻ നോക്കുക. ഒന്നാമത്തെ കാര്യം, ഒരു ഖത്തുമെങ്കിലും മുഴുവനായിട്ടും ഓതുക. അർത്ഥം അറിയാതെ ഓതിയാൽ കൂലിയുള്ള ഒരേ ഒരു ഗ്രന്ഥം ഖുർആൻ മാത്രമേ ഉള്ളൂ. മൗലൂദോ റാത്തീബോ ഹദീസ് പോലും ഇല്ല. ഒരാൾ ബുഖാരി ഇരുന്ന് വായിച്ച കൂലിട്ടോ? ഇല്ല, കൂലിയില്ല. ഖുർആൻ ഓതിയാൽ ഒരു ഹർഫിന് 30 പ്രതിഫല. അൽ ഹസനത്തു അല അശ്രി അംസാലിഹ, 10 ഇരട്ടിയാണ്. എന്നിട്ട് പറയാണ് അൽ അശറത്ത് 10 ഇരട്ടി പ്രതിഫലം കിട്ടും. എന്നിട്ട് അലിഫ് ലാം മീം എന്നൊരാൾ ഓതിയാൽ നിബിധങ്ങൾ പറയാം, അലിഫ് ഒരു ഹർഫ്, ലാം വേറെ ഹർഫ്, മീം വേറെ ഹർഫ്. ഞാൻ പറയണില്ല, അലിഫുൻ ഹർഫുൻ ലാമുൻ ഹർഫുൻ മീമുൻ ഹർഫുൻ. അപ്പൊ എത്ര പ്രതിഫലം കിട്ടി? അലിഫ് ലാ മീം എന്ന് പറഞ്ഞാൽ 30 പ്രതിഫലം കിട്ടി. പിന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി എന്ന് തുടങ്ങിയിട്ട് അത് ചൊല്ലി നോക്കുകയാണ് നിങ്ങൾ, അത് ഓതി നോക്കി. വെറുതെ ഓതിയാൽ പ്രതിഫലം കിട്ടും എന്ന് ഖുർആനെ പറ്റിയാ പറഞ്ഞത്. വെറുതെ ഓതിയാൽ മതി. ഹദീസ് അങ്ങനെ ഒരാൾ ഇമാം ബുഖാരി നിർത്തിയിട്ട് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഒരു കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ഖുർആൻ പഠിക്കുന്നത് സംബന്ധിച്ചാണ്. ഖുർആൻ പഠിക്കുന്നതിന്റെ ഭാഗമാണ് ഇങ്ങനത്തെ ക്ലാസ്സുകൾ. കാരണം ഏതെങ്കിലും ഒരു ആയത്ത് പഠിക്കുന്നതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനത്തെ ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ കഴിയും. അതുകൊണ്ടാണ് റമളാനിലൊക്കെ പല സ്ഥലത്തും ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കും. മനുഷ്യരൊക്കെ ഒന്ന് റാഹത്തായിരിക്കും, ഭക്ഷണം കഴിക്കുന്ന സമയമൊക്കെ ഒന്ന് ലാഭമാണ്. അതുകൊണ്ട് ഇരുന്നിട്ട് പഠിക്കാം. ഖുർആൻ മുഴുവനും ഒന്ന് അർത്ഥം വെച്ച് റമളാനിൽ പഠിക്കാൻ കഴിഞ്ഞാൽ തന്നെ വലിയ കാര്യമായി. പിന്നെ ഖുർആൻ ഹിഫ്ള്, ഇതിന്റെ കാര്യം കട്ടപ്പൊക്കെയാണ് നമ്മുടെ കാര്യം. ഹിഫ്ളാക്കുക കുറച്ചൊക്കെ. നമുക്കൊന്നും ശരിക്കും ഒന്നും ഹിഫ്ളില്ലാത്ത ഒരുപാട് ആളുകൾ, ഒന്നുമില്ല, പഴയ കുലുവന്ന് അലന്തര കൈഫേറ്റ് പോവുകയാണ്. അതൊക്കെ മാറുക. ഒരു മാറ്റം. ഖുർആന്റെ മാസമായിട്ട് അള്ളാഹ് പറഞ്ഞിട്ട് നോമ്പ് വെച്ചിട്ട് ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ചിട്ട് കഴിഞ്ഞ ആ സബ്ബിസ്ബന്റെ മുകളിൽ ഒരു ആയത്തും ഒരു സൂറത്തും നമ്മൾ ഈ റമളാനിൽ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മളെക്കാളും വലിയ പൊട്ടന്മാർ പിന്നെ ആരാ? അവസരം തന്നാൽ അത് മുതലെടുക്കണ്ടേ? അതുകൊണ്ട് ഒരു ദിവസം ഒരായത്തെങ്കിലും പഠിക്കും. ചെറിയ സൂറത്താണെങ്കിൽ ഒരു സൂറത്ത് പഠിക്കാം. നമുക്ക് പലതും പറഞ്ഞിട്ടുണ്ടാവും, ചെറുപ്പത്തിൽ പഠിച്ച് ഓർമ്മ.
ഖുർആൻ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഖുർആൻ പറയുന്നുണ്ട് ഖുർആൻ ദിക്ർ, പഠിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഹൽ മിൻ മുദ്ദക്കിർന, പഠിക്കാൻ ആരെങ്കിലും ഉണ്ടോന്ന് പ്രയാസപ്പെടുന്ന. ചെറുപ്പത്തിൽ പഠിക്കേണ്ടതല്ല ഖുർആൻ. നിബിതങ്ങൾ ഖുർആൻ പഠിക്കണം എത്ര വയസ്സായിട്ടാ? 40 വയസ്സായിട്ടാ അല്ലേ? അപ്പൊ ഖദീജ ബി എത്രയിട്ടുണ്ടാവും? അപ്പൊ പ്രായം നോക്കേണ്ട ആവശ്യമില്ല. എത്ര പ്രായമായാലും ഖുർആനല്ലേ അത് പഠിച്ചാൽ നിൽക്കും. വേറെ ഒന്നും അറിയില്ലെങ്കിലും വയസ്സുകാലത്ത്, പഴയ കാലത്ത് ആൾക്കാർക്ക് അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. വേറെ ഒന്നും അറിയില്ലെങ്കിലും ഖുർആൻ കന്നഡല്ലാതെ ഓതും എന്ന് പറഞ്ഞേക്കാം. ഖുർആൻ കന്നഡല്ലാതെ ഓതും. ആ ബന്ധമാണ് ഖുർആനുമായുള്ള ഒരു സ്ഥിര ഒരു ബന്ധം നമ്മൾ ഉണ്ടാക്കണം. നമ്മുടെ കുട്ടികളെ അത് പഠിപ്പിക്കണം. നമ്മുടെ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ആ കുട്ടികളുടെ ഹൃദയമൊക്കെ നേരാക്കാൻ നമ്മൾ ശ്രമിക്കാം. ഖുർആനിന്റെ ഒരു ജീവിക്കുന്ന മാതൃകയാകാൻ നമുക്കൊക്കെ സാധിക്കണം. നമ്മുടെ കുട്ടികളോടോ പെണ്ണുങ്ങളോടൊക്കെ നമ്മുടെ സ്വഭാവം ചോദിച്ചാൽ ഖുർആനാണെന്ന് പറയാൻ കഴിയണം. ആയിഷ ബിയോട് എന്നിട്ട് ചോദിക്കാം, നബിയുടെ സ്വഭാവം എങ്ങനെ ഉണ്ടായിരുന്നു? ആയിഷ ബി പറഞ്ഞു, നബിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. നബിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. നമ്മളെപ്പറ്റി നമ്മുടെ സ്വന്തക്കാർ പറയണം, നമ്മുടെ പെണ്ണുങ്ങൾ പറയണം നമ്മളെപ്പറ്റി, നമ്മുടെ കുട്ടികൾ. നമ്മുടെയൊക്കെ കുട്ടികളെപ്പറ്റി നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഓരോരുത്തരെ വിടുക, പാപ്പ എങ്ങനെയുണ്ട്, വല്യപ്പ എങ്ങനെയുണ്ട് ചോദിക്കട്ടെ. ഓലൊന്നും മറുപടി അറിയട്ടെ. ഓലിങ്ങനെ മുക്കി മുറളു, പള്ളിക്കാണ്ട് പോയിട്ടൊക്കെ ഉണ്ട്, നോമ്പുണ്ട് ഇതൊക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് മുഴുവൻ പറയില്ല. അതിന്റെ അർത്ഥം നമ്മൾ പോരാന്ന്. നമ്മൾ നമ്മളാകണമെങ്കിൽ നമ്മുടെ മക്കളെ പറ്റി, നമ്മുടെ മക്കളോട്, നമ്മുടെ ഭാര്യമാരോട്, നമ്മളേറ്റ് വേണ്ടപ്പെട്ട ആളുകളോടൊക്കെ മറ്റുള്ളവർ ചോദിച്ചിട്ട് അഭിപ്രായം പറയണം. എന്നാൽ നബിതങ്ങൾ ആയിഷാ ബിയോട് ചോദിച്ചപ്പോ ആയിഷാ ബിബി ഒരു പ്രശ്നമില്ലാതെ പറഞ്ഞു, എന്ത് കാനഫുൽ ഖുർആൻ, നബിന്റെ സ്വഭാവം ഖുർആനായിരുന്നതാണ് എന്ന് പറഞ്ഞ ഖുർആനിൽ പറഞ്ഞ എല്ലാ നല്ല സ്വഭാവങ്ങളും നബിക്കുണ്ടായിരുന്നു. ഖുർആനിൽ പറഞ്ഞ എല്ലാ മോശ സ്വഭാവങ്ങളും നബി ഒഴിവാക്കിയെന്നത്. അപ്പൊ ഷിഫാഉൽ ലിമാ ഫി സുദൂറാണ്. നല്ല സ്വഭാവ സംസ്കരണം, ഹൃദയ സംസ്കരണം ആ ഒക്കെ നന്നായാൽ നാളെ പരലോകത്ത് അള്ളാഹിന്റെ അടുത്ത് ഒരു ശാന്തമായ മനസ്സോടുകൂടി നമ്മൾ എപ്പം മരിക്കും അറിയില്ല. സഹാബികളൊക്കെ റമദാൻ മാസമായാൽ പിന്നെ മരിക്കരുതേന്ന് പ്രാർത്ഥിച്ചിരുന്നു. റമദാൻ വരുമ്പോ 6 മാസം മുമ്പ് തന്നെ റമദാൻ വരണേന്ന് പ്രാർത്ഥിക്കും. റമദാൻ കഴിഞ്ഞാൽ അത് കബൂലാക്കണേന്ന് പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞ കബൂലൊരു വിഷയമാണ്. കബൂലാക്കണേന്ന് പ്രാർത്ഥിക്കും. റമദാൻ വന്നാൽ പിന്നെ റമദാൻ മരിക്കരുതേന്ന് പ്രാർത്ഥിക്കും. തുൽഹാ റളിയല്ലാഹു അൻഹു സ്വപ്നം കാണാണ്. രണ്ടാൾ ഒരേപോലെ ജീവിച്ച ആൾക്കാരാ. ഒരാൾ ആദ്യം മരിച്ചു, ജിഹാദിൽ മരിച്ചു, യുദ്ധത്തിൽ മരിച്ചു, ഷഹീദായി. ഒരാൾ കുറെ കഴിഞ്ഞിട്ടാണ് മരിച്ചു. പക്ഷെ 1 വർഷം കഴിഞ്ഞിട്ട് സ്വപ്നം കണ്ടുനോക്കുമ്പോൾ രണ്ടാളും സ്വർഗത്തിലുണ്ട്. ഈ കുറെ കഴിഞ്ഞ് മരിച്ചോ കുറച്ചും കൂടി നല്ല ദർജയിലാണ്. അപ്പൊ തുൽഹാ റളിയല്ലാഹു അൻഹു എന്ന് നബിനോട് പറയാം, നബി എങ്ങനെ സ്വപ്നം കണ്ടു? അവർ തമ്മിൽ വിദൂരതല്ലാതെ എന്ന് ചോദിച്ചു. എന്താ കാരണം? 1 കൊല്ലം കൂടി അധികം നോമ്പ് നോറ്റു, 1 കൊല്ലം കൂടി അധികം നിസ്കരിച്ചു, അതിന്റെ കൂലി ഉണ്ടാവുമല്ലോ. എന്നാൽ ജിഹാദ് ചെയ്യണമെന്ന് മനസ്സിന് നീയത്തുണ്ടായിരുന്ന. അപ്പൊ നമ്മുടെ നീയത്തൊക്കെ നന്നാക്കുക. റമദാൻ വരുമ്പോൾ തന്നെ ആദ്യം ചെയ്യേണ്ട ഒരു പരിപാടി നമ്മുടെ നീയത്ത് നന്നാക്കുക. ഇസ്ലാമിലെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, നല്ലൊരു കാര്യം നമ്മൾ തീരുമാനിച്ചിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അള്ളാഹ് കൂലി തരും. മനസ്സിലായോ? നമ്മൾ മരിച്ചു പോയി വിചാരിക്കുക, എന്നാലും അള്ളാഹ് ഈ റമദാനിലെ ഫുള്ള് നോമ്പ് നോൽക്കണം, ഫുള്ള് ക്ലാസ്സുകളും കേൾക്കണം, ഫുള്ള് പള്ളിയിൽ വരണം, ഫുള്ള് തറാവീഹ് നിസ്കരിക്കണം, ഫുള്ള് ഖുർആൻ ഓതണം എന്നൊക്കെ നീയത്തെങ്കിലും വെക്കുക. കഴിഞ്ഞില്ലെങ്കിലും അള്ളാഹ് പ്രതിഫലം തരുന്നതാണ്. അത് പടച്ചവന്റെ പ്രത്യേകതയാണ്. ഒരാൾ നന്മ ഉദ്ദേശിച്ചിട്ട് ആ നന്മ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അങ്ങനെ മരിച്ചു പോയാലും അള്ളാഹു തആല നന്മക്ക് പ്രതിഫലം തരും. ഹജ്ജിന് പണം കെട്ടിയവരൊക്കെ ഉണ്ടാവും, അള്ളാഹു തആല കൂലി കൊടുക്കും. എന്നാൽ തിന്മ അങ്ങനെയല്ല. തിന്മ ചെയ്യാൻ വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അള്ളാഹു തആല ശിക്ഷിക്കൂല എന്നാണ്. തിന്മ ചെയ്തെങ്കിൽ മാത്രമേ അള്ളാഹു തആല ശിക്ഷിക്കുള്ളൂ. തിന്മ ചെയ്തിട്ട് തൗബ ചെയ്തില്ലെങ്കിലേ അള്ളാഹ് ശിക്ഷിക്കുള്ളൂ. ജസാഅൻ വിഫാഖ എന്ന ഖുർആൻ പറഞ്ഞു അല്ലേ? ജസാഅൻ വിഫാഖ. അപ്പുറത്തെ പറഞ്ഞ സ്വർഗത്തിന്റെ ആളെ പറ്റി ജസാഅൻ മിർ റബ്ബിക അതാഅൻ ഹിസാബ എന്ന് പറഞ്ഞു. അവിടെ വെറുതെ കൊടുക്കുന്ന, വെറുതെ കൊടുക്കും. അതാഅൻ ഹിസാബ, വെറുതെ ഹിസാബ് കൊടുക്കുന്ന. അതുകൊണ്ട് ഈ പ്രാവശ്യം നന്നാവാന്, നമ്മുടെ റമദാൻ ഒന്ന് ഉഷാറാവാന് അതിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഒരിക്കലും ഒഴിവാകരുത്. പ്രാർത്ഥന കൊണ്ടേ എന്തും മാറ്റാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ മക്കളൊക്കെ നല്ല വഴിക്ക് വിടാൻ, നമ്മുടെ രാജ്യം നന്നാവാൻ, നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക ച്യുതിയിൽ നിന്ന് നമ്മൾക്കൊന്ന് മോചനം നിൽക്കാൻ. പണ്ടൊക്കെ എവിടെയോ കേട്ടുവരുന്ന സംഭവങ്ങൾ നമ്മുടെ വീടിന്റെ അടുത്ത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. പണ്ടൊക്കെ ഈ ഒളിച്ചോട്ടവും മദ്യപാനും ഇതൊക്കെ എനിക്കൊക്കെ ഓർമ്മ ഉണ്ട്. 2.5 കിലോമീറ്റർ നടന്നു പോയിട്ട് ഒരു കള്ളുടിയനെ കാണാൻ പോയിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ. കള്ളുടിയുണ്ട് എന്ന് കേട്ടിട്ട് അങ്ങനത്തോടത്ത് ഇപ്പോ എവിടേക്കും പോകണ്ട, അവനാന്റെ കുടിയിൽ തന്നെ നോക്കിയാൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കുക. വളരെ നന്നായിട്ട് ഈ റമദാനിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളൊക്കെ ശ്രമിക്കുക. നമ്മൾ ശ്രമിച്ചാൽ
പടച്ചോന്റെ തീരുമാനവും സഹായവും ഉണ്ടാവും. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അവർ സ്വയം മാറ്റുന്നവരെ അള്ളാഹ് മാറ്റൂല എന്നാണ്. നമ്മൾ മാറാൻ തീരുമാനിച്ചാൽ അതിന് അള്ളാഹ് തൗഫീഖ് തരും. നമ്മൾ ആദ്യം തീരുമാനിക്കണം, നമ്മുടെ നിയ്യത്തനുസരിച്ച്. അങ്ങനെയാണ്. അള്ളാഹ് മാറ്റണമെങ്കിൽ നമ്മൾ മാറണം. നമ്മൾ അത് തീരുമാനിക്കുക, നമ്മുടെ നിയ്യത്ത് നന്നാക്കുക. അപ്പോൾ അള്ളാഹു തആല അതിന് നമുക്ക് എല്ലാ സൗകര്യങ്ങളും തരും. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസല്ലം അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാനിവിടെ എല്ലാ റമദാനിലും വരുമ്പോൾ ഞാൻ സലഫിയയുടെ അധ്യാപകനല്ല, ഞാൻ ആ സ്ഥാപനത്തിന്റെ സെക്രട്ടറിയാണ്. പിന്നെ ഞാനിവിടെ വരവുണ്ട്, വരുമ്പോഴൊക്കെ ഒരു കലക്ഷനൊക്കെ എടുക്കാറുണ്ട്. റമദാനായ കലക്ഷനിൽ തുറക്കാമല്ലോ. എല്ലാവർക്കും നമ്മൾ ഉള്ളവർക്കൊക്കെ ഒരുമിച്ച് കൊടുക്കുമല്ലോ. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ബക്കറ്റ് എന്തെങ്കിലും ഉണ്ടോ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ സൗകര്യം ചെയ്താൽ സഹായിച്ചാൽ നന്നാവും. അത് എത്തിങ്ങാനുണ്ട്, അറബി കോളേജ് ഉണ്ട്. ഈ റമദാനിൽ കിട്ടുന്ന വരുമാനം തന്നെയുള്ളൂ, വേറെ കാര്യമായിട്ട് വരുമാനങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്ഥാപനത്തെ കുറിച്ച്. കരിങ്ങനാടാണ്. ജമിയത്ത് സലഫിയൻ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന അതിന്റെ പേര്. സലഫിയ സ്ഥാപനങ്ങൾ എന്നാണ് അറിയപ്പെടുക. അപ്പോൾ നിങ്ങൾ പരമാവധി സംഭാവന ചെയ്യുക. പിന്നെ അതിന്റെ അപേക്ഷകളും കാര്യങ്ങളൊക്കെ പത്രത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പത്രത്തിൽ എന്താ പറയാ ഗൂഗിളിന്റെ QR കോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. നേരിട്ട് സഹായിക്കുക. അറബി കോളേജിൽ പഠിക്കാൻ നല്ല കുട്ടികളെ നിങ്ങൾ ചേർത്ത് തരികയാണെങ്കിൽ ആ കുട്ടികളെ നല്ല പണ്ഡിതന്മാരാക്കി ഞങ്ങളൊക്കെ പഠിച്ച സ്ഥാപനമാണ്. വളർത്തി നിങ്ങൾക്ക് അവരെ തിരിച്ചു തരും. അതൊക്കെ അറിയിക്കാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.